2049 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തുന്നത് ഡോക്ടർ എഹ്യ പെർക്കവറ്റി BHMS, ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ എഹ്യാസ് വെൽനസ് ക്ലിനിക് ആലുവ കൊച്ചി ബ്രാഞ്ച് തിരുവനന്തപുരം, മുൻ ജോയിന്റ് സെക്രട്ടറി മീഡിയ സെൽ ചെയർമാൻ IFPH, IHMAയുടെ മുൻ ടീച്ചിങ് ഫാക്കൽറ്റി മെമ്പർ, 33 വർഷത്തെ ചികിത്സാനുഭവങ്ങൾ, വിവിധ തരം ബ്രോങ്കിയൽ ആസ്മകളും അവയുടെ ഹോമിയോപ്പതി ചികിത്സയും എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതിന് എഹ്യ ഡോക്ടറെ ആദരപൂർവ്വം സ്നേഹപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടർക്ക് ആരംഭിക്കാം. മലയാളം സെഷനിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്ത IFPHന്റെ ഭാരവാഹികൾക്ക് ആദ്യമേ നന്ദി പറയുകയാണ്. കാരണം എല്ലാ ദിവസവും പ്രോഗ്രാമുകൾ നടക്കുന്നു, പക്ഷെ എനിക്ക് പലപ്പോഴും ജോയിൻ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ജോയിൻ ചെയ്യണമെന്ന് ധനേഷ് ഡോക്ടർ പറഞ്ഞതാണ് ഒരു ക്ലാസ് എടുക്കാനായിട്ട്. അന്ന് അസൗകര്യം ഉണ്ടായിരുന്നു. ഇന്നലെ എന്നിട്ടും ഞാൻ ഒരു പ്രോഗ്രാമിന് അറ്റൻഡ് ചെയ്തിരുന്നു. ഇന്ന് വീണ്ടും നിങ്ങളെയൊക്കെ കാണാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയിരിക്കുകയാണ്. സന്തോഷം. ബ്രോങ്കിയൽ ആസ്മ, ശ്വാസമുട്ടിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പം വളരെ എല്ലാവരും വളരെ അനായാസം കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയമാണ് ഈ ശ്വാസമുട്ടൽ എന്നുള്ളത്. പക്ഷേ ബിഗിനേഴ്സിനെ സംബന്ധിച്ചുള്ള ആദ്യത്തെ ഒരു 10 വർഷം ശ്വാസമുട്ട് മാനേജ് ചെയ്യാൻ വേണ്ടി പലപ്പോഴും പ്രയാസം ഉണ്ടാകുന്ന ഒരവസ്ഥ. കാരണം നമ്മളൊക്കെ കടന്നു വന്ന ഒരു സാഹചര്യം ആദ്യത്തെ ഒരു 10 years എന്താണേലും കുറേ അധികം പ്രയാസപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷമാണ് ഇതിനകത്തുള്ള പ്രോൺസ് ആൻഡ് കോൺസ്, മനസ്സിലായില്ലേ, ഏത് മരുന്ന് എപ്പോൾ എങ്ങനെ കൊടുക്കണം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി തുടങ്ങിയത്. ഇപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, മനസ്സിലായില്ലേ. ഈ ക്ലാസ്സുകളൊക്കെ അതിൻ്റെ ഒരു ഫോളോ അപ്പ് എന്ന രീതിയിൽ കാണണം. പലരും ശ്വാസമുട്ട് മാനേജ് ചെയ്യുന്ന രീതികൾ പലരും പല രീതിയാണ്, മനസ്സിലായില്ലേ. അപ്പം നമുക്കറിയാം നമ്മുടെ ഹോമിയോപ്പതിയിൽ പാലിയേഷൻ, സപ്രഷൻ, ക്യൂർ ഇത് മൂന്നും ഒരേപോലെ നമുക്ക് വർക്കൗട്ട് ചെയ്യാവുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെ എന്താണ് പാലിയേറ്റ് ചെയ്ത് പോകുന്നത്, എന്താണ് സപ്രസ് ചെയ്ത് പോകുന്നത് എന്നുള്ളത് തിരിച്ചറിയാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണമെന്നുള്ളതാണ്. അത് പലപ്പോഴും പറ്റാറില്ല. കാരണം അതിനുള്ള സമയമോ സാവകാശമോ അതിനുള്ള ലോജിക്കോ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്, മനസ്സിലായില്ലേ. പല ശ്വാസമുട്ടുകളും പാലിയേറ്റ് ചെയ്ത് പോവുകയാണ് പതിവ്. വീണ്ടും വീണ്ടും അത് റിലാപ്സ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം, മനസ്സിലായില്ലേ. അപ്പോൾ എന്താണ് ഈ ശ്വാസമുട്ടൽ, എന്താണ് അതിനെക്കുറിച്ച് നമ്മൾ നോക്കുമ്പം അതൊരു നമുക്കിപ്പോൾ നേരത്തെയൊക്കെ നമുക്ക് പറഞ്ഞിരുന്ന ഒരു അലർജിക് റിയാക്ഷൻ ആണെന്ന്, അല്ലേ, ലങ്സിൻ്റെ അല്ലെങ്കിൽ ബ്ലഡിൽ ഉണ്ടാകുന്ന ഒരു അലർജിക് മാനിഫെസ്റ്റേഷനാണ് ശ്വാസമുട്ടൽ എന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചിരുന്നത്. പക്ഷേ ഇപ്പം അതൊരു ഇൻഫ്ലമേറ്ററി പ്രോസസ്സ് എന്നുള്ള ഒരു അഡീഷൻ കൂടി അതിന് വന്നിട്ടുണ്ട്, മനസ്സിലായില്ലേ. ഇറ്റ് ഈസ് നോട്ട് എ സിംഗിൾ ഡിസീസ്, ഇറ്റ് ഈസ് എ സിൻഡ്രോം. അതാണ് ഇപ്പോൾ പറയുന്നത്, മനസ്സിലായില്ലേ. ഇറ്റ് ഈസ് എ സിൻഡ്രോം ക്യാരക്ടറൈസ്ഡ് ബൈ ക്രോണിക് എയർവേ ഇൻഫ്ലമേഷൻ. അപ്പം നമ്മുടെ ലങ്സും അതിൻ്റെ അനുബന്ധ അവയവങ്ങളിലെയും ഒരു ഇൻഫ്ലമേഷൻ നടക്കുന്നു എന്നാണ് പറയുന്നത്, മനസ്സിലായില്ലേ. അപ്പം ബ്രോങ്കിയൽ ഹൈപ്പർ റെസ്പോൺസീവ്നെസ്. അപ്പം ആ ഒരു തിങ്കിങ്ങിനുള്ള അങ്ങനെ ഒരു ഷിഫ്റ്റ് നടന്നിട്ടുണ്ട്. അത് നമ്മൾ ഓരോരുത്തരും അവെയർ ആയിരിക്കണം എന്നാദ്യമേ ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്, മനസ്സിലായില്ലേ. അപ്പോൾ സോ ട്രീറ്റ് ദ ഇൻഫ്ലമേഷൻ ആൻഡ് നോട്ട് ജസ്റ്റ് ദ വീസ് എന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പം നമുക്ക് ആ ഒരു ശ്വാസ തടസ്സത്തെ മാറ്റുകയല്ല ചെയ്യേണ്ടത്. കാരണം അതുകൊണ്ടാണ് പലപ്പോഴും ശ്വാസം മുട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട്, ഇപ്പോൾ ഒരു പനി എന്നൊക്കെ പറഞ്ഞാൽ ടെമ്പറേച്ചർ കുറഞ്ഞു, അതോടുകൂടി പിന്നെ പനി മാറി എന്ന് നമുക്ക് വിചാരിക്കാം, മനസ്സിലായി. പക്ഷെ ശ്വാസം മുട്ടിന്റെ കാര്യത്തിൽ ശ്വാസം മുട്ട് കുറഞ്ഞാൽ വീണ്ടും രാവിലെ വീണ്ടും ഉണ്ടാകാൻ പിറ്റേ ദിവസം വീണ്ടും ഉണ്ടാകാം. ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. അപ്പം ആ ഇൻഫ്ലമേഷൻ പൂർണ്ണമായിട്ട് മാറുന്നില്ല. 3-4 ദിവസം മരുന്ന് തൽക്കാലമെങ്കിലും മാറി നിൽക്കുള്ളൂ എന്നുള്ളതാണ്. സോ ഡ്യൂ ടു ദാറ്റ് ഇൻഫ്ലമേറ്ററി പ്രോസസ്. ശ്വാസമുട്ടിന്റെ കണക്ക് പറയുന്നത് ഏതാണ്ട് 300 to 400 million people are affected എന്നാണ് പറയുന്നത്, മനസ്സിലായില്ലേ.
അത്രയും 400 മില്യൺ ആൾക്കാർ ലോകത്ത് ഇന്ന് ശ്വാസം മുട്ടുമായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. അതിൽ ഇന്ത്യയിൽ ഏതാണ്ട് 30 മില്യൺ ആർ അഫക്റ്റഡ്. അതാണ് ഇപ്പോഴത്തെ ഒരു കണക്ക്. അപ്പൊ ഇതിന്റെ ഒരു പ്രസന്റേഷൻ നമുക്കറിയാം എപ്പോഴും ഉണ്ടാകുന്ന ഒരു ശബ്ദത്തോടു കൂടിയുള്ള ഒരു ശ്വാസമെടുപ്പ് അല്ലേ, വീസ് എന്ന് നമ്മൾ പറയുന്നു, ശ്വാസം മുട്ടൽ എന്ന് പറയുന്നു. ഒരു ചെസ്റ്റിൽ ഉണ്ടാകുന്ന ഒരു ടൈറ്റ്നസ്, അത് ശ്വാസമുട്ടലിന്റെ ഒരു പ്രധാന ഒരു പോയിന്റ് ആണ്, മനസ്സിലായേ. ചുമ, അത് ഡ്രൈ കോഫും ആകാം, അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ലൂസ് കോഫും ആകാം. അത് സാധാരണ രാത്രിയിലാണ് ഇത് കൂടുന്നത്, നൊക്ടേണൽ, അല്ലെങ്കിൽ ഏർലി മോർണിംഗ്, വെളുപ്പിനെ കൂടുന്നു എന്നുള്ളതാണ്, മനസ്സിലല്ലേ. അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ എക്സസൈസ് ഒക്കെ ചെയ്ത് കൂടുതൽ എക്സേർട്ട് ചെയ്ത് കഴിയുമ്പം ഈ ചുമയും കഫവും വരുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രസന്റേഷൻ. അതിൽ സയൻസ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും നമ്മൾ ഹാർട്ട് റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ടാക്കിക്കാർഡിയ കാണും. ഹാർട്ട് റേറ്റ് കൂടുതലായിരിക്കും. ശ്വാസം മുട്ടൽ പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം സ്റ്റെതസ്കോപ്പ് എടുത്ത് വെച്ചിട്ട് നമ്മൾ പൾസും ഈ ഹാർട്ട് റേറ്റും ഒക്കെ നോക്കണം. അതിനകത്ത് എപ്പോഴും ഈ 72-ന് മുകളിലായിരിക്കും എപ്പോഴും ഹാർട്ട് റേറ്റ് എന്നുള്ളത്, മനസ്സിലായി. എബോവ് 100 ആയിരിക്കും പലപ്പോഴും ഉണ്ടാകുന്നത്. റെസ്പിറേറ്ററി റേറ്റ് നമുക്കറിയാം, സാധാരണയിൽ ഒരു 14 15 ഒക്കെ ആയിരിക്കും റെസ്പിറേറ്ററി റേറ്റ്. അതായത് 12-നും 20-നും ഇടയ്ക്കാണ് സാധാരണ റെസ്പിറേറ്ററി റേറ്റ് നിൽക്കുന്നത്. കുട്ടികളാകുമ്പോൾ അത് ചിലപ്പോൾ ആണെങ്കിൽ 60 വരെയൊക്കെ പോകാം റെസ്പിറേറ്ററി, 30-നും 60-നും ഇടയ്ക്കാണ് നിൽക്കുന്നത്. ഇവിടെ നമ്മൾക്ക് കൺസേൺ ആകേണ്ടത് ഒന്നെങ്കിൽ റെസ്പിറേറ്ററി റേറ്റ് 12-ൽ താഴെ റെസ്പിറേറ്ററി വരികയോ അല്ലെങ്കിൽ 25-ന് മുകളിൽ റെസ്പിറേറ്ററി റേറ്റ് പോവുകയോ ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ കേസ് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്, മനസ്സിലായില്ലേ. അവിടെ റെസ്പിറേറ്ററി റേറ്റ് എപ്പോഴും കൂടിയിരിക്കും, ടാക്കിക്കാർഡിയ, ഹാർട്ട് റേറ്റും ഈ പൾസ് റേറ്റും കൂടിയിരിക്കും. പിന്നെ ആക്സസറി മസിൽസ് നമുക്കറിയാം, ഈ കഴുത്തിന്റെ മസിൽസ് എല്ലാം ഉണ്ട്, സ്റ്റെർണോക്കുലർ മസിൽ അങ്ങനെ പറയുന്ന എല്ലാ മസിൽസും വലിഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാം. ശ്വാസമുട്ടുകാരെ കാണുമ്പോൾ നമുക്ക് പ്രത്യേകം തൊണ്ടയിലോട്ടാണ് നമ്മൾ നോക്കണ്ടേ, ആ തൊണ്ടയില് ത്രോട്ടിലെ മസിൽസ് ഒക്കെ ശരിക്കും എഴുന്നേറ്റ് നിൽക്കുന്നതായിട്ട് കാണും അല്ലേ. ആക്സസറി മസിൽസ് എല്ലാം വർക്ക് ചെയ്യും. അതുപോലെ എക്സ്പിരേഷൻ, പുറത്തോട്ട് ശ്വാസം വിടുന്നതായിരിക്കും വളരെ ഡീപ്പായിട്ടിരിക്കുന്നത്, നീളത്തിൽ, അല്ലെങ്കിൽ ഒരു പ്രൊലോങ്ഡ് എക്സ്പിരേഷൻ വിൽ ബി ദെയർ. ചില സിറ്റുവേഷൻസിൽ ശ്വാസം മുട്ട് ഒത്തിരി കൂടിയിരിക്കുന്നവർക്ക് ഇതൊന്നും കാണില്ല, നമ്മൾ സൈലന്റ് ചെസ്റ്റ് എന്ന് പറയും അല്ലെ, സൈലന്റ് ചെസ്റ്റ്. ഇതൊക്കെയാണ് ഇതിന്റെ ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ, നമ്മൾ എല്ലാം ഒന്നുകൂടി റിക്കളക്ട് ചെയ്യുന്നു എന്ന് മാത്രം. എങ്ങനെയാണ് ശ്വാസം മുട്ട് ഡയഗ്നോസ് ചെയ്യുന്നത്? സാധാരണ രീതിയിൽ നമ്മുടെ അടുത്ത് വരുമ്പം ഈ സ്പൈറോമെട്രി ഒന്നും നമ്മൾ നോക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ മാൻഡേറ്ററി ആയിട്ട് നോക്കുന്ന ഒരു ടെസ്റ്റാണ് സ്പൈറോമെട്രി. അത് പൾമനറി ഫങ്ഷൻ ടെസ്റ്റ്. അത് ചെയ്തിട്ടായിരിക്കും അവരത് അസസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് ഒരു അലർജി ടെസ്റ്റ് ചെയ്യുക, ഒരു സ്കിന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ബ്ലഡ് ടെസ്റ്റിൽ സീറം IgE-യുടെ കണക്ക് നമുക്ക് എത്രയാണെന്ന് നോക്കാം, മനസ്സിലായില്ലേ. പിന്നെ ഈസ്നോഫിൽസിന്റെ എണ്ണം നോക്കാം. പലപ്പോഴും 300-ൽ കൂടുതലായിരിക്കും ഈസ്നോഫിൽസിന്റെ എണ്ണം ഈ ആസ്മാറ്റിക് പേഷ്യൻസിൽ. അപ്പം ഇത്രയാണ് ഒരു ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ. ചെസ്റ്റിന്റെ എക്സ്റേ എടുത്ത് നോക്കാം. ഇത് ബേസിക് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ആണ്. ഇത് മറ്റ് ശ്വാസം മുട്ടുമായിട്ട് എങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യണം, അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള കണ്ടീഷൻസ്, എല്ലാ ശ്വാസം മുട്ടും ഈ ബ്രോങ്കിയൽ ആസ്മയാണോ എന്നതിനെക്കുറിച്ച് അവബോധവും നമുക്ക് വേണം. അതിൽ പ്രധാനമായിട്ടും ഈ COPD എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ, അതല്ലേ, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമനറി ഡിസീസ്, അതാണ് പ്രധാനമായിട്ട് നമുക്കൊരു ഡിഫറൻഷ്യൽ ഡയഗ്നോസിസിൽ ആസ്മയായിട്ട് പലപ്പോഴും വരുന്നത്. ഈ COPD എപ്പോഴും ഉണ്ടാകുന്നത് പ്രായമുള്ളവർക്ക്, ഒരു 65-70 വയസ്സ് കഴിയുന്നവർക്ക് മാത്രമാണ് സാധാരണ COPD ഉണ്ടാകുന്നത്. അതിനൊരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവും ഈ ബ്രോങ്കിയൽ പാസേജിൽ, എയർ പാസേജസിൽ ഒബ്സ്ട്രക്ഷൻ വന്നതിന് ശേഷമാണ് COPD ഉണ്ടാകുന്നത്. ഒരു സ്മോക്കിങ്ങിന്റെ ഹിസ്റ്ററി ഉണ്ടായിരിക്കും COPD-യിൽ. അപ്പം അതാണ് നിങ്ങൾ COPD ആണോ അതോ ബ്രോങ്കിയൽ ആസ്മ ആണോ തിരിച്ചറിയുന്നത്. അപ്പം സ്മോക്കിംഗ് ഹിസ്റ്ററി ഉണ്ടായിരിക്കും, പ്രായമുള്ളവരിലാണ് അത് ഉണ്ടാകുന്നത്. പിന്നെ ദർ ഷുഡ് ഹാവ് എ ഫിക്സഡ് ഒബ്സ്ട്രക്ഷൻ ഇൻ ദ പാസേജസ്. പിന്നെ നമുക്ക് വേറൊരു കമ്പാരിസൺ പറയുന്നത് ഈ വോക്കൽ കോഡിന്റെ ഡിസ്ഫങ്ഷൻ. നമ്മുടെ ലാരിൻസിൽ എന്തെങ്കിലും ഒരു പ്രശ്നം, അത് വലിഞ്ഞു പോയി, അതല്ലെങ്കിൽ അതിന്റെ എലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ടു, അതല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ട്യൂമറുകളോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് ശ്വാസം മുട്ടൽ ശരിക്കും യു വിൽ ഗെറ്റ് എ വീസ്.
പക്ഷേ ഈ വോക്കൽ കോഡ് ഡിസ്ഫങ്ഷനിൽ ഒരു സ്ട്രൈഡർ ശ്വാസം അകത്തോട്ട് എടുക്കുമ്പം ഒരു കിളി കരയുന്ന ശബ്ദം കേൾക്കുന്നു, ഒരു കരച്ചിൽ കേൾക്കാം. ദർ ഇസ് എ സ്ട്രൈഡർ, ഒരു ശബ്ദം. അതിന് നമ്മൾ വീസ് എന്നല്ല പറയുന്നത്, സ്ട്രൈഡർ എന്ന് പറയുന്ന ഓൺ ഇൻസ്പിറേഷൻ. ശ്വാസം അകത്തോട്ട് എടുക്കുമ്പോഴാണ് അത് കേൾക്കുന്നത്. അത് ഈ ലങ് ഫങ്ഷൻ ടെസ്റ്റിൽ ഈ വോക്കൽ കോഡ് ഡിസ്ഫങ്ഷൻ നോർമൽ ആയിരിക്കും അല്ലേ? ലങ് ഫങ്ഷൻ ടെസ്റ്റിൽ ഒരിക്കലും ഈ പൾമനറി ഫങ്ഷൻ ടെസ്റ്റിൽ ഒരിക്കലും പോസിറ്റീവായിട്ട് കാണില്ല എന്നുള്ളതാണ്. അതാണ് സ്പൈറോമെട്രിയിൽ ഈ വോക്കൽ കോഡ് ഡിസ്ഫങ്ഷൻ ആണെങ്കിൽ അത് നോർമൽ പൾമനറി ഫങ്ഷൻ ആയിരിക്കും കാണിക്കുന്നത്. ഇനി ഹാർട്ട് ഫെയിലിയറിലും ഇതേപോലെ തന്നെ ബ്രോങ്കിയൽ ആസ്മയുടെ അതേ സിംറ്റംസ് ഒക്കെ തന്നെയാണ് കാണിക്കുന്നത് ഹാർട്ട് ഫെയിലിയർ. പക്ഷെ അവിടെ നമ്മൾ ചെസ്റ്റ് എക്സ്റേ എടുത്ത് നോക്കുമ്പം ഒരു കാർഡിയോ മെഗാലി, ഹാർട്ടിന്റെ സൈസ് ഒരുപാട് വലുതായിരിക്കുന്നത് നമുക്ക് കാണാം. പക്ഷെ ഒരു ചെസ്റ്റ് ബ്രോങ്കിയൽ ആസ്മയിൽ ഒരിക്കലും കാർഡിയോ മെഗാലി വരില്ല. പക്ഷെ ഹാർട്ട് ഫെയിലിയറിൽ കാർഡിയോ മെഗാലി ഉണ്ടാകും. അതുപോലെ ചെസ്റ്റിൽ സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കുമ്പോൾ യു വിൽ ഗെറ്റ് എ ക്രാക്കിൾ. ആ ക്രാക്കിൾ സൈൻസ് നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. അതാണ് കമ്പാരിസൺ. പിന്നെ അടുത്തൊരു കണ്ടീഷൻ ബ്രോങ്കിയക്ടാസിസ് ആണ്. ബ്രോങ്കിയക്ടാസിസും ഈ ബ്രോങ്കിയൽ ആസ്മയും തമ്മിലും നിങ്ങൾക്ക് കമ്പയർ ചെയ്യണം. അതിൽ ഈ ബ്രോങ്കിയക്ടാസിസിൽ എപ്പോഴും നിങ്ങൾ കയ്യിൽ നഖം നോക്കണം. ക്ലബിങ് വളരെ ഷാർപ്പായിട്ട് ഡെഫിനറ്റ് ആയിട്ട് കാണുന്ന ഒരു സൈനായിരിക്കും. ബ്രോങ്കിയക്ടാസിസ് ആണെങ്കിൽ ക്ലബിങ് ഉണ്ടായിരിക്കും. അതുപോലെ കഫം ഭയങ്കര പ്യൂറുലൻ്റ് ആണ്. കാട്ടിക്ക് ഒരുപാട് പസ് നേച്ചറിലുള്ള കഫമായിരിക്കും ആ രോഗികൾക്ക് ഉണ്ടാകുന്ന ബ്രോങ്കിയക്ടാസിസിൽ. ഒരുപാട് കഫം ഉണ്ടായിരിക്കും, ക്ലബിങ് ഉണ്ടായിരിക്കും. മനസ്സിലായില്ലേ? ഇത്രയും ഫീച്ചേഴ്സ് ആയിരിക്കും നമുക്ക് ബ്രോങ്കിയക്ടാസിസ്. അപ്പം ഇത്രയും കണ്ടീഷൻസ് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ബ്രോങ്കിയൽ ആസ്മ നിങ്ങൾ. അത് കാരണം പലപ്പോഴും നമ്മുടെ ഇടയിൽ ഒരു കുട്ടികളെ അല്ലെങ്കിൽ മുതിർന്നവരെ വന്ന് ശ്വാസം എടുക്കാൻ തടസ്സം ഉടനെ നമ്മൾ ഡയഗ്നോസ് ബ്രോങ്കിയൽ ആസ്മ എന്നങ്ങ് എഴുതി വെക്കും. പക്ഷേ അവർക്ക് ഈ സ്മോക്കിംഗ് ഹിസ്റ്ററി ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ ഈ പറഞ്ഞ COPD-യിലേക്ക് നിങ്ങളുടെ മനസ്സ് പോകണം. അതുപോലെ കഫം ഒരുപാട് ഇളകി പിന്നെ പസ് നേച്ചറിൽ വരുന്നെങ്കിൽ അത് ബ്രോങ്കിയക്ടാസിസ് ആണെന്ന് സൈഡിൽ നിങ്ങൾ DD എന്ന് എഴുതിയിട്ട് ആ ഒരു പോസിബിലിറ്റി നിങ്ങൾ എഴുതി വെച്ചാൽ മതി. ചിലപ്പം നമ്മൾ മരുന്ന് സെലക്ട് ചെയ്യുന്ന സമയത്ത് അതല്ലെങ്കിൽ അവർക്ക് അഡ്വൈസ് കൊടുക്കുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് അത് സഹായിക്കും. കാരണം പുകവലി നിർത്തണം എന്ന് പറയാനെങ്കിലും നമ്മളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് അല്ലേ? അപ്പം അതാണ് ഒരു ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ്. ഇനി ഇതിനകത്ത് നമ്മളെ കുഴപ്പിക്കുന്ന ചില ആസ്മ വരും നമ്മൾ അല്ലേ? അതാണ് നമ്മുടെ ഒരു എമർജൻസി സിറ്റുവേഷൻ വരുന്ന ആസ്മ. എന്താണ്? സ്റ്റാറ്റസ് ആസ്മാറ്റിക്കസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ടല്ലോ, അക്യൂട്ട് സിവിയർ ആസ്മ. അക്യൂട്ട് സിവിയർ ആസ്മ എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റസ് ആസ്മാറ്റിക്കസ്. അതിന്റെ റെഡ് ഫ്ലാഗ്. സോ പേഷ്യന്റിന് വന്നിട്ട് ശ്വാസം മുട്ടി നിങ്ങളുടെ അടുത്ത് സിംറ്റംസ് പറയാൻ പറ്റാത്ത ഒരവസ്ഥ. ദേ കാൺട്ട് സ്പീക്ക് എ സെന്റൻസ് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അവര് വന്ന് പറയുമ്പം അവർക്കൊരു സെന്റൻസ് മുഴുവിക്കാൻ പറ്റില്ല, കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. അപ്പോൾ പ്രശ്നമാണ്. അതായത് ഓക്സിജൻ സാച്ചുറേഷൻ ഒരുപാട് കുറവായിരിക്കും. അവിടെ നിങ്ങൾ റെസ്പിറേറ്ററി നോക്കിയാൽ എപ്പോഴും ഇറ്റ് വിൽ ബി അബൌവ് 30. 30 മുകളിലോട്ടായിരിക്കും റെസ്പിറേറ്ററി റേറ്റ്. 30 മുകളിൽ റെസ്പിറേറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ബി കോഷ്യസ്. ഓക്സിജൻ സാച്ചുറേഷൻ എപ്പോഴും 90 താഴെയായിരിക്കും. ഇപ്പൊ എല്ലാവരുടെയും കയ്യിൽ ഓക്സിജൻ സാച്ചുറേഷൻ നോക്കുന്ന മെഷീൻസ് എല്ലാ ക്ലിനിക്കിലും ഉള്ളതാണ് ഇപ്പം. മനസ്സിലായില്ലേ? അപ്പൊ പെട്ടെന്ന് കയ്യിൽ വിരലിലൊന്ന് വെച്ച് നോക്കണം. ഇഫ് ഇറ്റ് ഈസ് ബിലോ 90 ആണെങ്കിലും നമ്മൾ കോഷ്യസ് ആയിരിക്കണം. അതുപോലെ ഹാർട്ട് റേറ്റ് നമുക്കറിയാം സാധാരണ രീതിയിൽ 70, 72, 74, 75 നിൽക്കണം. ഇവിടെ ഒരു എബോവ് 120 ആയിരിക്കും സ്റ്റാറ്റസ് ആസ്മാറ്റിക്കസ് ആണെന്നുണ്ടെങ്കിൽ. അപ്പം ഹാർട്ട് റേറ്റ് വളരെ കൂടുതലായിരിക്കും, 120 മുകളിലായിരിക്കും. റെസ്പിറേറ്ററി റേറ്റ് 30 മുകളിലായിരിക്കും. അതുപോലെ ഓക്സിജൻ സാച്ചുറേഷൻ 90 താഴെയായിരിക്കും. ഇത്രയുണ്ടെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റൽ സെറ്റപ്പിലേക്ക് വിടേണ്ട കേസാണ്. പക്ഷേ ഒരു ഹോമിയോപ്പതിക്കാരെ സംബന്ധിച്ചോളം, ഡോക്ടറെ സംബന്ധിച്ചോളം തീർച്ചയായിട്ടും അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന മരുന്നുകൾ നമ്മുടെ കയ്യിലുണ്ട്. എങ്കിലും ബിഗിനേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കണ്ടീഷനാണ്. കാരണം ദീസ് ആർ ദ റെഡ് ഫ്ലാഗ്സ് ഇൻ സ്റ്റാറ്റസ് ആസ്മാറ്റിക്കസ് ഓർ ഇൻ ബ്രോങ്കിയൽ ആസ്മ. കാരണം വളരെ ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള ഒരു ശ്വാസമുട്ട് വന്ന് ക്ലിനിക്കിൽ വന്നൊരു പേഷ്യന്റ് മരിച്ചുപോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്ന് മിക്കവാറും കൂട്ടിക്കെട്ടി പോകേണ്ടി വരും അല്ലേ? അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ബി കോഷ്യസ്. നമ്മൾ അറ്റ കൈ പ്രയോഗിക്കേണ്ട അവസ്ഥയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മരുന്നുകൾ ഒരേ സമയത്ത്
എല്ലാ മരുന്നുകളും നിങ്ങളുടെ മനസ്സിൽ കൂടി ഓടി വരണം എന്നുള്ള ഒരു സിറ്റുവേഷനാണ്. നമ്മുടെ സമയത്തോളം അതാണ് അവിടെ ആവശ്യം. അപ്പം ഇവിടെ സൈലന്റ് ചെസ്റ്റ് ആയിരിക്കും, ലൈഫ് ത്രെറ്റനിങ് ആയിട്ട് വരുന്ന സിറ്റുവേഷനിൽ സൈലന്റ് ചെസ്റ്റ് ആയിരിക്കും, ഈ പറഞ്ഞ പോലെ ബ്രാഡികാർഡിയ ഉണ്ടായിരിക്കും, പേഷ്യന്റ് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും, പിന്നെ ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ പെർസെൻറ്റേജും കൂടുതലായിരിക്കും. മനസ്സിലായി, സാധാരണ രീതിയിൽ കാർബൺ ഡൈ ഓക്സൈഡ് പെർസെൻറ്റേജ് 35-നും 45-നും ഇടയ്ക്കാണ് ഇരിക്കുന്നത്. മനസ്സിലായപ്പോൾ, അതായത് പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് അത് എപ്പോഴും എബവ് 45 ആയിരിക്കും ഈ റെഡ് ഫ്ലാഗിനകത്ത് വരുന്ന സിറ്റുവേഷൻസിൽ. അപ്പം ഉടനെ നമ്മൾ ഓക്സിജൻ സപ്ലിമെന്റ് ചെയ്യേണ്ടി വരും, നെബുലൈസ് ചെയ്യേണ്ടി വരും. ഇതൊക്കെയാണ് നമ്മൾ എമർജൻസി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇതിന്റെ കൂട്ടത്തിൽ മറ്റ് രോഗങ്ങൾ, പ്രത്യേകിച്ചും ഒരു ഗ്യാസ്ട്രിക് കംപ്ലൈന്റ്, ജേർഡുള്ള കേസുകൾ, അതല്ല എന്നുണ്ടെങ്കിൽ ഒബീസ് ആണ് പേഷ്യൻ്റ് എങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ അവർക്ക് അലർജിക് റൈനൈറ്റിസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എഗെയിൻ ഡബിൾ കോംപ്ലിക്കേഷൻ ആണ് വരാൻ പോകുന്നത്. അപ്പം ഡെഫിനറ്റ് ആയിട്ടും ബിഗിനേഴ്സ് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സിറ്റുവേഷൻ മാനേജ് ചെയ്യുമ്പോഴത്തേക്ക് ഓരോ എക്സ്പെർട്ട് അഡ്വൈസിലേക്ക് പോവുക തന്നെ വേണം. അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 10 വർഷം കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇത് മാനേജ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇനി നമ്മുടെ തെറാപ്പറ്റിസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ള, ഇപ്പം മരുന്നുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് എല്ലാവരും ഒരേ സ്വരത്തിൽ ഒരുപാട് മരുന്നുകൾ പറയും. പക്ഷേ ആ മരുന്ന് എങ്ങനെ കൊടുക്കണം, ഏത് പൊട്ടൻസി കൊടുക്കണം, എപ്പോൾ കൊടുക്കണം, അതും പറഞ്ഞ് ഒരു 1-2 കേസോട് പറഞ്ഞ് ഞാൻ ഒരു ഡിസ്കഷനിലേക്ക് പോകാം. പലപ്പോഴും ഇവിടെ മരുന്നുകളുടെ കാര്യം എന്ന് പറഞ്ഞാൽ കെൻറ്റ്, ഞാൻ എപ്പോഴും പറയുന്നതാണ്, കെൻറ്റിൻ്റെ മെറ്റീരിയൽ മെഡിക്ക ലെക്ചേഴ്സ് ഓൺ കെൻറ്റിൻ്റെ ലെക്ചേഴ്സിൽ ഞാൻ ചോദിക്കാറുണ്ട് നാട്രം സൾഫ് എന്ന് പറയുന്ന ഒരു മരുന്ന്. നാട്രം സൾഫ് കെൻറ്റിനകത്ത് വായിക്കാത്തവരായിട്ട് ആരും ഉണ്ടാകാൻ പാടില്ല. കാരണം എനിക്കറിയാം ഇതിനകത്ത് വന്നിരിക്കുന്നവരെല്ലാം എക്സ്പെർട്ടായിട്ടുള്ളവരും സീനിയേഴ്സ് ആയിട്ടുള്ളവരുമാണ് കൂടുതലും പേര്. പക്ഷേ ബിഗിനേഴ്സ് ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ലെക്ചേഴ്സ് ഇന്ന് തന്നെ നിങ്ങൾ, കാരണം ഇത് ഇറ്റ് ഈസ് ഫോർ എവർ, നിങ്ങൾ മരിക്കുന്നിടം വരെയും ആവശ്യമുള്ള ഒരു കാര്യം ഞാൻ പറയുന്നത്. കാരണം നാട്രം സൾഫ് ഇല്ലാതെ ഒരു ആസ്മയും മാറ്റാൻ പറ്റില്ല എന്ന് നമ്മുടെ ഒരു മാസ്റ്റർ, അതായത് കെൻറ്റ് എന്ന് പറയുന്ന മാസ്റ്ററെ ആരെങ്കിലും അംഗീകരിക്കുന്നുവെങ്കിൽ, അംഗീകരിക്കാത്തവരെ സംബന്ധിച്ച് വിട്ടേക്കുക, കെൻറ്റിനെ അക്സെപ്റ്റ് ചെയ്യുന്നവരും അംഗീകരിക്കുന്നവരും കുറിച്ചാണ് ഞാൻ പറയുന്നത്. അവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. നാട്രം സൾഫ് ഇല്ലാതെ ഒരു ആസ്മയും ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് കെൻറ്റ് പറയുന്നത്. When you go through the lectures, you will get two chapters in Kent. കെൻറ്റിനകത്ത് 2 ചാപ്റ്റർ ഉണ്ട് നാട്രം സൾഫ്. എത്ര പേരൊക്കെ അത് അവെയർ ആണെന്നുള്ളത് എനിക്കറിയത്തില്ല. ആദ്യമേ നാട്രം സൾഫ് എന്ന് പറയുന്ന ഒരു മരുന്ന് ഒരു 4-5 പേജ് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും ഒരു ചാപ്റ്റർ കൂടി ഉണ്ട്, നാട്രം സൾഫ് ആൻഡ് സൈക്കോസിസ്. ഇവിടെയാണ് നാട്രം സൾഫിന്റെ ഇമ്പോർട്ടൻസ്. കാരണം അവരൊക്കെ 10-50 വർഷം ഹോമിയോപ്പതിയിലെ എല്ലാ മേഖലയിലും നിന്ന് വായിക്കുകയും പഠിക്കുകയും റിസർച്ച് ചെയ്യുകയും ഒരുപാട് മരുന്ന് പ്രൂവ് ചെയ്യുകയും ചെയ്ത് ആയിരക്കണക്കിന്, 10,000-കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രോഗികളെ നോക്കി അവരുടെ അനുഭവം എഴുതി വെച്ചിരിക്കുന്നതാണ്. മനസ്സിലായില്ലേ? കെൻറ്റ് പറയുന്നത് ഹൈഡ്രോജിനോയിഡ് റെമഡി, നാട്രം സൾഫ് ഈസ് എ ഹൈഡ്രോജിനോയിഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡിയാണ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഗ്രാൻഡസ്റ്റ് റെമഡീസ് അണ്ടർലൈയിങ് ആസ്മ ആൻഡ് ആസ്മാറ്റിക് ആൻഡ് ഇൻഹെറിറ്റഡ് കംപ്ലൈൻറ്റ്സ്. ഇൻഹെറിറ്റഡ് ടെൻഡൻസി, ബ്രോങ്കിയൽ ആസ്മയിൽ നമ്മൾ സാധാരണ കാണുന്നതാണ് ഇൻഹെറിറ്റഡ് ടെൻഡൻസി. In fact, natron sulf is one of the clear-cut indicator remedies for those constitutional conditions in children that result in chest catarrhs and asthmatic complaints. അതിൽ അസോസിയേറ്റഡ് ആയിട്ട് പറയുന്ന സിംറ്റംസ് പറഞ്ഞാൽ ദർ ഇസ് സറ്റൈറ്റി ഓഫ് ലൈഫ്. കാരണം ജീവിതം മടുത്തു എന്നുള്ള ഒരു ചിന്ത, ശ്വാസം മുട്ട് വന്ന് അല്ലെങ്കിൽ ജീവിതത്തിന്റെ മറ്റ് പ്രാരാബ്ദങ്ങൾ വന്നിട്ട് അവര് ജീവിതം മടുത്തു. അതുകൊണ്ടാണ് അവർക്ക് ലൈഫ് ഒന്ന് അവസാനിപ്പിച്ചാൽ മതി എന്ന് പറയുന്ന നിൽക്കുന്ന പേഷ്യൻസ് ആണ് ഈ നാട്രം സൾഫ് കേസുകളൊക്കെ. മനസ്സിലായില്ലേ? അബോർഷൻ ടു ലൈഫ്, ജീവിതം മടുത്തിട്ട്, സറ്റൈറ്റി ഓഫ് ലൈഫ്, ദ ഗ്രേറ്റ് സാഡ്നസ്, ദ ഗ്രേറ്റ് ഡെസ്പെൻഡൻസി കപ്പിൾഡ് വിത്ത് ദ ഇറിറ്റബിലിറ്റി ആൻഡ് ഡ്രെഡ് ഓഫ് മ്യൂസിക്. അപ്പൊ ജീവിതം അടുത്തിട്ട് അവർക്ക് ഒരു പാട്ടൊന്നും കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഇല്ല. പാട്ടൊക്കെ വെച്ചാൽ അപ്പോഴേ ദേഷ്യം വരും അവർക്ക്. മനസ്സിലായി? ഡ്രെഡ് ഓഫ് മ്യൂസിക്, മ്യൂസിക് മേക്സ് ഹെർ വീപ്പ് എന്നാ പറയുന്നത്. മനസ്സിലായില്ലേ? പാട്ട് കേട്ടാൽ അവർക്ക് സങ്കടം വരും. ദാറ്റ് ഈസ് നാട്രം സൾഫ്. സോ മേക്സ് ദം സാഡ്. പാട്ട് കേട്ടാൽ
സങ്കടം വരുന്ന പേഷ്യൻ്റാണ് നാട്രം സൾഫ്. നമുക്ക് നാട്രം സൾഫിനെ കുറിച്ച് കമ്പയർ ചെയ്യുമ്പോൾ പലപ്പോഴും എല്ലാ നാട്രം ഗ്രൂപ്പും, ഇപ്പൊ നാട്രമൂർ ആണെങ്കിലും നാട്രം കാർബൺ ആണെങ്കിലും ഒക്കെ ഈ മ്യൂസിക് അഗ്രവേഷൻ പറയുന്നുണ്ട് അല്ലേ. എല്ലാ ഹൈഡ്രോജനോട് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. പിന്നെ ഓൾ നാട്രംസ് ഗെറ്റ്സ് അഗ്രവേറ്റഡ് ഫ്രം ഹിയറിംഗ് മ്യൂസിക് അല്ലെങ്കിൽ ലിസണിങ് മ്യൂസിക്. അപ്പം ഇത്രയും സിംറ്റംസ് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നാട്രം സൾഫ് നിങ്ങൾ കൊടുക്കാനായിട്ട്. അവിടെ പലപ്പോഴും എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പലപ്പോഴും ഏതെങ്കിലുമൊക്കെ അതിനു മുമ്പ് വന്ന ഉടനെ നാട്രം സൾഫ് കൊടുക്കണം എന്നല്ല, നമ്മുടെ റേഞ്ച് ഓഫ് മെഡിസിൻസ്. അപ്പൊ ഇതിനകത്ത് തന്നെ കെന്റിന്റെ നാട്രം സൾഫ് ആൻഡ് സൈക്കോസിസിൽ പ്രത്യേകം പറയുന്നുണ്ട്. ഇപ്പം കാർബോവെജ്, അതുപോലെ തന്നെ ഇപ്പിക്കാക്ക്, സ്പോഞ്ചിയ, സൈലീഷ്യ, ആഴ്സനിക് ആൽബ്, കെന്റ് ബ്രയോണിയയും പറയുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ശ്വാസം മുട്ടിന് സാധാരണ രീതിയിൽ കൊടുക്കുന്ന മരുന്നുകളാ. പക്ഷെ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഓൺലി പാലിയേഷൻ. ആരാ പറയുന്നത്? നമ്മുടെ മാസ്റ്ററാ പറയുന്നത്. ഞാൻ കാരണം സൈലീഷ്യയൊക്കെ വളരെ ഡീപ്പ് ആക്റ്റീവ് മെഡിസിൻ എന്നാണ് ഞാൻ മനസ്സിലാക്കിയതും പഠിച്ചിരിക്കുന്നതും. പക്ഷേ കെന്റ് പറയുന്നു സൈലീഷ്യ കൊടുത്താൽ ഒരിക്കലും ഒരു ആസ്മ ക്യൂർ ചെയ്യാൻ പറ്റില്ല എന്നാ പറയുന്നത്. നാട്രം സൾഫ് ആൻഡ് സൈക്കോസിസിൽ കെന്റ് പറഞ്ഞിരിക്കുക യു ക്യാൻ ഓൺലി ഗെറ്റ് പാലിയേഷൻ. മനസ്സിലായില്ലേ? അപ്പം സൈലീഷ്യ 1 10 കൊടുത്താൽ പോലും നിങ്ങൾക്ക് പാലിയേഷനെ വരത്തുള്ളൂ അണ്ടിൽ യു ഗീവ് നാട്രം സൾഫ്. അതിന്റെ കൂട്ടത്തിൽ മറ്റ് ആന്റിസൈക്കോട്ടിക് മെഡിസിൻസ് വരുന്നുണ്ട്. തൂജ പറയുന്നുണ്ട്, മെഡോർണ പറയുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് പാലിയേഷൻ എങ്ങനെയാണ്, ഇനി പാലിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മരുന്നുകളെ കുറിച്ചും നമുക്ക് ഒരു അവബോധം. ആഴ്സനിക് ആൽബ് വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന, അതിന്റെ സ്പെസിഫിക് സിംറ്റംസിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, കാരണം ആഴ്സനിക് ആൽബിനെ കുറിച്ച് എല്ലാവരും അവെയർ ആണ്. അത് പാലിയേറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹങ്ങൾക്കൊക്കെ യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് 3x or 6x or 6C or 12x, 30, 200. ഇതെല്ലാം നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. എപ്പോഴും ഈ പേഴ്സൺ എന്ന് പറയുന്ന ഭയങ്കര ഹൈപ്പർ സെൻസിറ്റീവ് പേഷ്യൻസ് ആണ്. അപ്പൊ കഴിയുന്നത്ര നിങ്ങൾ പ്ലസ്സിങ് മെത്തേഡിൽ കൊടുക്കാൻ നോക്കുക. ഫോർ ബിഗിനേഴ്സ് ദിസ് ഈസ് ആൻ അഡ്വൈസ്. ഒരു 4 ഗുളിക മെഡിക്കേറ്റഡ് പിൽസ് എടുത്ത് നിങ്ങൾ 1 ounce വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത് വെച്ചിട്ട് അതിനകത്തുനിന്ന് 5 drops അറ്റ് എ ടൈം കൊടുക്കാമെങ്കിൽ ഇറ്റ് വിൽ ബി ദ ബെസ്റ്റ് പ്രിസ്ക്രിപ്ഷൻ. കാരണം ഓൾറെഡി പേഷ്യന്റ് ഹൈപ്പർ സെൻസിറ്റീവ്, അതിന്റെ കൂടെ മരുന്നിന്റെ അളവ് കൂടി കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും യു വിൽ ഗെറ്റ് ആൻ അഗ്രവേഷൻ. പ്രത്യേകിച്ച് ആഴ്സനിക് ആൽബൊക്കെ നൈറ്റ് അഗ്രവേഷൻ ഉള്ളതാണ്. മിഡ് നൈറ്റിൽ വീണ്ടും എഴുന്നേറ്റ് പേഷ്യന്റിന് നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് കഴിയുന്നത്ര മിനിമം ഡോസ് ഇൻ പ്ലസ്സിംഗ് മെത്തേഡിൽ ഏത് പൊട്ടൻസി ആണെങ്കിലും ട്രൈ ചെയ്യണം എന്നുള്ള ഒരു അഡ്വൈസ് ആണ് എൻ്റെ അനുഭവത്തിൽ നിന്നുള്ളത്. മറ്റ് അനുഭവമുള്ളവര് തീർച്ചയായിട്ടും പറയാനുള്ള അവസരമുണ്ട്, അതും നമുക്ക് കേൾക്കാം. പിന്നെ അടുത്ത മെഡിസിൻ തന്നെ സാംബുക്കസ് ആണ്. സാംബുക്കസ് നൈഗ്ര, വൺ ഓഫ് ദ ബെസ്റ്റ് പാലിയേറ്റീവ് സാംബുക്കസ്. പ്രത്യേകിച്ചും ജലദോഷവും തുമ്മലും കൊറൈസയും ആയിട്ട് വരുന്ന പേഷ്യന്റിൽ, ഭയങ്കര സ്വെറ്റിംഗ് ഉള്ള നേച്ചറുള്ള പേഷ്യന്റിന് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും സാംബുക്കസ് നല്ല ഒന്നാന്തരം പാലിയേറ്റീവ് ആണ്. അതും ഈ പേഷ്യന്റിന് കഴിയുന്നത്ര അത് പിൽസായിട്ട് കൊടുത്താൽ വലിയ ഒരു അഗ്രവേഷൻ ഒന്നും ഉണ്ടാക്കത്തില്ല സാംബുക്കസ്. കാരണം ഒരു വെജിറ്റബിൾ മെഡിസിൻ ആണ്, വലിയ പ്രശ്നം ഉണ്ടാക്കാറില്ല സാധാരണ രീതിയിൽ സാംബുക്കസ്. പിന്നെയുള്ള കാർബോവെജും ഈ ആഴ്സനിക് ആൽബിന്റെ കാര്യം പറഞ്ഞല്ലോ, വൺ ഓഫ് ദ ബെസ്റ്റ് പാലിയേറ്റീവ്. അതും പ്ലസിങ്ങിൽ കൊടുക്കുക 30 or 200 അല്ലെങ്കിൽ 30 താഴോട്ട് കൊടുത്തു കഴിഞ്ഞാലും യു വിൽ ഗെറ്റ് ഗുഡ് പാലിയേഷൻ. 30 കൊടുത്താൽ നല്ല രീതിയിൽ നമുക്ക് പാലിയേഷൻ കിട്ടാറുണ്ട്. അതും 4 ഗുളിക എടുത്ത് 1 ounce വെള്ളത്തിൽ ലയിപ്പിക്കുക, 5 drops വെച്ചിട്ട് ഹാഫ് അവർലി ഓർ 1 hourly ഓർ എവറി 50 minutes. ഈവൻ അക്യൂട്ട് ആസ്മയിൽ എവറി 50 minutes ആണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം കാർബോവെജ്. ലാക്കസിസ്, ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെമഡിയാണ്. ലാക്കസിസ് ഹോട്ട് പേഷ്യൻ്റ് ആണ്, പ്രത്യേകിച്ച് ലേഡീസിലാണ്, അല്പം ഏജിലാണ് എങ്കിൽ ലാക്കസിസ് ഭയങ്കരമായിട്ട് ഇഫക്റ്റീവ് ആകാറുണ്ട്. അതും പ്ലസ്സിങ്ങിൽ മാത്രമേ ഉപയോഗിക്കൂ. കാരണം ലാക്കസിസിനെ കുറിച്ച് ഹെറിങ്ങിന് പിന്നെ മരുന്ന് ഉപയോഗിച്ചിട്ട് ത്രോട്ടിൽ പിന്നെ ഒരിക്കലും തൊടാനേ പറ്റിയിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും സെൻസിറ്റിവിറ്റി ഉള്ള ഒരു ഡ്രഗാണ് ലാക്കസിസ്. അപ്പം അത് യൂസ് വിത്ത് കോഷൻ, വളരെ മിനിമം ഡോസിൽ തന്നെ ഉപയോഗിക്കാൻ വേണ്ടി നോക്കുക. പിന്നെ സ്പോഞ്ചിയ, അനദർ ഡ്രഗ് ഈസ് സ്പോഞ്ചിയ. അതും 30-200 നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നുള്ളൂ. ഹെപ്പാർ സൾഫ് എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു മെഡിസിനാണ് ഈ ഹെപ്പാർ സൾഫ് എന്ന് പറയുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മരുന്നാണ് സാംബുക്കോസും ഹെപ്പാർ സൾഫും, എസ്പെഷ്യലി ഇൻ ആസ്മ. ഈ ഹെപ്പാർ സൾഫ് അല്പം തണുപ്പ് വളരെ സെൻസിറ്റീവ് ആയിട്ടിരിക്കുന്നവരും തുമ്മലോടുകൂടി വരുന്ന, സ്നീസിങ് വന്ന് അത് പ്രോഗ്രസ് ചെയ്ത് ചുമയും കഫുമായിട്ട് വരുന്ന കേസുകളിൽ
ഈ ഹെപ്പാർ സൾഫ് പ്രത്യേകിച്ച് വിന്റർ സീസണിൽ തണുപ്പുള്ള സമയത്ത് ഹെപ്പാർ സൾഫ് അക്കനൈറ്റ് ഹെപ്പാർ സ്പോഞ്ചിയ എന്ന് പറയുന്ന ഒരു നാഷിന്റെ ഒരു ട്രയോ തന്നെ പറയുന്നുണ്ട് അല്ലേ. അപ്പം അവിടെ ഹെപ്പാർ സൾഫ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതും ഡെയിലി ഡോസ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അതും പാലിയേഷന് വേണ്ടി തന്നെ ഉപയോഗിക്കേണ്ടി വരും. ദെൻ ഇപ്പിക്കാക്കും ലോ പൊട്ടൻസി 3x വളരെ എഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാം. അയഡം 3x 30, 200 നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ. അയഡമൊക്കെ എത്ര വലിയ ചുമയായിട്ടും ഈ ശ്വാസമുട്ടായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ലോ പൊട്ടൻസി കൊടുത്തു കഴിഞ്ഞാൽ പാലിയേഷൻ ഉറപ്പാണ്, മനസ്സിലായില്ലേ. അപ്പം അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യണമെന്നല്ല പറയുന്നത്. നിങ്ങൾക്ക് ഇൻവെട്രേറ്റ് കേസുകൾ വരുമ്പം യു ഹാവ് ടു ട്രൈ ദിസ്. ഒരു അറ്റ കൈക്ക് പ്രയോഗിക്കാൻ പറ്റുന്ന മരുന്നുകളാണ് ഇതെല്ലാം, മനസ്സിലായി. അയഡൈഡ് പ്രത്യേകിച്ച് ലീൻ തിൻ മാസിയേറ്റഡ് ഹോട്ട് പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഗ്ലാൻഡുലാർ കംപ്ലയിൻസ് ടോൺസിലൈറ്റിസും അഡിനോയിഡും അല്ലെങ്കിൽ പിന്നെ ലിംഫ് നോഡുകളൊക്കെ വേർതിരിക്കുന്ന കേസുകൾ, അതല്ലാന്നുണ്ടെങ്കിൽ ഗോയിറ്റർ ആയിട്ട് വരുന്ന കേസുകൾക്ക് യു ക്യാൻ ട്രൈ ദിസ് അയഡൈഡ്. അതും 30 or 200, കാരണം കുറച്ച് ഡീപാക്റ്റിംഗ് ആണ് അയഡൈഡ്. അതുകൊണ്ട് വളരെ മിനിമം ഡോസ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ആന്റിമോണിയം ടാറ്റാറിക്കം അതും പ്ലസിങ്ങിൽ മാത്രമേ, കാരണം വളരെ ഡീപാക്റ്റിംഗ് ആയിട്ടൊരു മെഡിസിനാണ് ആന്റിടാറ്റ്. ഈ ആന്റിടാറ്റ് വായിക്കുമ്പം കെന്റിനകത്ത് ലെക്ചേഴ്സ് ഞാൻ എപ്പോഴും പറയാറുള്ള ഫസ്റ്റ് പാരഗ്രാഫ്, യു ഹാവ് ടു റീഡ് ദ ഫസ്റ്റ് പാരഗ്രാഫ് ഓഫ് ആന്റിടാറ്റ്. ആന്റിടാറ്റിനകത്തുള്ള മുഴുവൻ പിക്ചറും അതിനകത്ത് കിട്ടുമെന്നുള്ള ആദ്യത്തെ ഒറ്റ പാരഗ്രാഫ് വായിച്ചാൽ മതി. കാരണം വീട്ടില് ഒരു കുഞ്ഞ് അകത്ത്, അതായത് ന്യൂമോണിയ കേസാണ് ഡിസ്കസ് ചെയ്യുന്നത്, കിടക്കുന്നു, പിന്നെ ഹോസ്പിറ്റലീസ് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്നതാണ്, വീട്ടിൽ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞ കേസാണ്. അച്ഛനും അമ്മയും അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്നു, നേഴ്സ് വരുന്നു പോകുന്നു, ഡോക്ടർമാർ വന്നു പോകുന്നു, ബന്ധുക്കൾ വരുന്നു പോകുന്നു, കൊച്ചിനെ കാണുന്നു, നോക്കുന്നു പോകുന്നു, അല്ലേ. അപ്പൊ ഇങ്ങനെ ഒരു ഡെത്ത് അവിടെ മണക്കുന്നു എന്നാ പറയുന്നത്, മനസ്സിലായി. എന്റെ അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഒരു മരണം മണക്കുന്ന വീട്. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഡോക്ടറെ വീട്ടിലോട്ടൊന്ന് വന്ന് നോക്കണേ എന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് വരുന്നത്. ഉടനെ വണ്ടി വിളിച്ച് കൊണ്ടുവരുന്നു, നിങ്ങൾ ഓടിപ്പോകുന്നു, മനസ്സിലായില്ലേ. ചെന്ന് കഴിയുമ്പോൾ ഇതാ സിറ്റുവേഷൻ. വീട്ടിലോട്ട് കയറുമ്പോഴത്തേക്ക് ഒരു മരണ വീടിന്റെ ലുക്കാ. ദിസ് ഈസ് ദ പിക്ചർ ഓഫ് ആന്റിടാറ്റ്. അവിടെയാണ് നിങ്ങൾക്ക് ആന്റിടാറ്റ് പ്രിസ്ക്രൈബ് ചെയ്യേണ്ട വരുന്നത്. വേറെ ഒരു സിംറ്റം നിങ്ങൾക്ക് വേണ്ട. കൊച്ചിനെ കാണുമ്പോഴത്തേക്ക് ബ്രീതിങ്ങിന്റെ പാറ്റേൺ, മൂക്കിങ്ങനെ വീർക്കുകയും കൺട്രാക്ട് ചെയ്യുന്നത്, അല്ലേ, ഏലേനേസ എന്ന് പറയുന്നത്, അല്ലേ. അപ്പൊ അത് നമുക്ക് പ്രത്യേകിച്ച് എവിഡന്റ് ആയിട്ട് കാണും. കാരണം കൊച്ചിന് ശ്വാസം എടുക്കുമ്പം ഫേസിൽ നോക്കുക, മൂക്കിൽ നോക്കുക, ചെസ്റ്റിൽ നോക്കുക, മനസ്സിലായില്ലേ. അവിടുന്ന് പിന്നെ നമ്മൾ റോങ് എന്നൊക്കെ പറയുന്ന ആന്റിടാറ്റിന്റെ സ്പെസിഫിക് സിംറ്റംസ് ആണ്. ഇവിടെയാണ് ആന്റിടാറ്റ് പ്ലസിങ്ങിൽ ഡ്രോപ്പ് ഡോസ് എവരി 10 minutes, എവരി 5 minutes പ്ലസിങ്ങിൽ കൊടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും ആ കേസ് രക്ഷപ്പെടും എന്നുള്ളതാണ്, മനസ്സിലായത്. പിന്നെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ എപ്പോഴും ഉപയോഗിക്കണം എന്ന് പറയുന്ന, എന്നാൽ എപ്പോഴും ഉപയോഗിക്കാത്ത മരുന്നാണ് ഏതാ? ബ്ലാറ്റ. ഞാൻ എൻ്റെ കേസിൽ ബ്ലാറ്റ ഇരിപ്പുണ്ട്, ഞാൻ എൻ്റെ ക്ലിനിക്കിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും ഉപയോഗിക്കാറില്ല. കാരണം അത് അത്ര ഒരു അറ്റകൈ പ്രയോഗം ചെയ്യേണ്ടി വരാറില്ല എന്നുള്ളതാണ്. അതിന് മുമ്പ് തന്നെ നമുക്ക് കേസുകൾ കുറച്ച് വിടാൻ പറ്റാറുണ്ട്. പക്ഷേ നിങ്ങളുടെ സ്റ്റോക്കിൽ ബ്ലാറ്റ ഉണ്ടായിരിക്കണം. ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ചിലപ്പോൾ ഉപയോഗിക്കേണ്ടി വന്നാൽ, കാരണം ഉപയോഗിക്കാം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ബ്ലാറ്റയെ കുറിച്ചിട്ട്. പിന്നുള്ളത് ആസ്പിഡോസ്പെർമ. നമ്മുടെ കോവിഡ് സമയത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന മരുന്നാണ്. അതിനെക്കുറിച്ചും കൂടുതലായിട്ട് പറയേണ്ട കാര്യമില്ല. അതിൽ കാർഡിയാക് ആസ്മ എന്നാ പറയുന്നെങ്കിലും, പക്ഷേ സാധാരണ ശ്വാസം മുട്ടലും ഈ ബ്ലാറ്റയ്ക്ക് പകരം നിങ്ങൾക്ക് ആസ്പിഡോസ്പെർമ ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ദെൻ നമ്മുടെ ഡീപാക്റ്റിംഗ് ആയിട്ടുള്ള മെഡോറിനം ആൻഡ് തൂജ. ഇത് ഇത്രയും മനസ്സിൽ വെച്ചുകൊണ്ട് വേണം പ്രിസ്ക്രിപ്ഷനിലേക്ക് പോകാനായിട്ട്. അതിൽ നാട്രം സൾഫും മെഡോറിനവും തൂജയും ഉപയോഗിക്കാതെ ഒരു കേസും ക്യൂർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നില്ല. ഞാൻ എൻ്റെ കേസുകളിലൊക്കെ ഈ സാമ്പിക്കോസോ ആഴ്സനിക്കാൽബോ അല്ലെങ്കിൽ കാർബോവജോ ലാക്സിസോ ഒക്കെ കൊടുത്ത് ഞാൻ പാലിയേറ്റ് ചെയ്യും. അതിനുശേഷം നാട്രം സൾഫ് 6x റിപ്പീറ്റഡ് ആയിട്ട് 3 months കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കും. അതായത് രാവിലെയും വൈകിട്ടും 4 ടാബ്ലറ്റ് വെച്ച് 6x. അങ്ങനെ വരുന്ന കേസുകളിലെല്ലാം ഒരു 90% കേസുകളും നല്ല റിസൾട്ടാണ് സോഫാർ കിട്ടിയിരിക്കുന്നത്. ഇതിന് മറ്റ് അനുഭവങ്ങളുള്ളവർ തീർച്ചയായിട്ടും ഇവിടെ അത് ഡിസ്ക്ലോസ് ചെയ്യണം. ചില കേസുകൾ മാത്രമായിരിക്കും ഈ മെഡോർണത്തിലേക്കോ തൂജയിലേക്കോ ഒക്കെ പോകേണ്ടി വരുന്നത്. അതുപോലെ നാട്രം സൾഫ് 1 അതും ഒരു മാസത്തിൽ ഒരു ഡോസ് നാട്രം സൾഫ് 1 ഇങ്ങനെയുള്ള കേസുകൾ ഞാൻ കൊടുക്കാറുണ്ട്. എനിക്ക് ഒരു കേസ് കൂടി പറഞ്ഞിട്ട് നമുക്ക് ഡിസ്കഷനിലേക്ക് പോകാം. കാരണം
ഒരു ഞാനിത് നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കേസ് തന്നെയാണ്. എൻ്റെ ഒരു ബന്ധു തന്നെയാണ്. അവന് ശ്വാസമുട്ട, ഭയങ്കര തുമ്മലും ജലദോഷവും ഉള്ള ഒരു പയ്യനാണ്. സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ അവന് മുയലിനെ വളർത്തുന്നുണ്ട്. എപ്പോഴും വരും, ഈ മുയലിനെ അഴിച്ചുവിടും, ഇല്ല അവിടെ ലോകം മുഴുവൻ കിടന്ന് ഓടും. പിന്നെ ഭയങ്കര ഹൈലി റെസ്റ്ലെസ് ആയിട്ടുള്ള ഒരു പയ്യനാണ്. ഭയങ്കര ഹോട്ട് പേഷ്യൻ്റ് ആണ് അവന് എപ്പോഴും ജ്യൂസ് കുടിക്കണം, നല്ല പുളിയുള്ള ജ്യൂസ്. അതാണ് അവൻ്റെ ഒരു പ്രത്യേകത. അപ്പം വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ കിച്ചണിൽ ഇപ്പം 4 പേരുണ്ടെങ്കിൽ 4 ഗ്ലാസ് ജ്യൂസ് ആയിരിക്കും കൊടുത്തു വിടുന്നത്. അപ്പം മുസമ്പിയോ അല്ലെങ്കിൽ പൈനാപ്പിളോ അങ്ങനെ എന്തെങ്കിലും, പിന്നെ പാഷൻ ഫ്രൂട്ടോ എന്തെങ്കിലും കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ ഇവൻ അത് കിച്ചണിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ ഡൈനിങ് ടേബിളിൽ കൊണ്ട് വെച്ചിട്ട് ആദ്യം ഒരു ഗ്ലാസ് ഫുള്ളായിട്ട് അവനങ്ങ് കുടിക്കും. അപ്പൊ 3 ഗ്ലാസ്സേ പിന്നെ ഫ്രണ്ട് ചെല്ലത്തുള്ളൂ. എന്നിട്ട് വന്നിട്ട് പറയും 1 ഗ്ലാസ് കൂടി വേണമെന്ന് പറയും. മനസ്സിലായോ? ഇവന് ഹി കാൺ കൺട്രോൾ. അത്ര ക്രേവിംഗ് ആണ് ഈ സിട്രസ് ഫ്രൂട്ട്സിനോടും ജ്യൂസിനോടും. മനസ്സിലായില്ലേ? കയ്യിൽ നോക്കിയാൽ 1-2 അരിമ്പാറയുണ്ട് അവന്റെ വാർട്ട്. കയ്യിൽ 2 വാർട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അവന് ലൈങ് ഓൺ അബ്ഡമൻ. എപ്പം നോക്കിയാലും അവൻ കിടക്കുന്നത്, ഉടുപ്പൊന്നും ഇടില്ല, കാരണം ഞാൻ പറഞ്ഞല്ലോ ഹോട്ട് പേഷ്യൻ്റ് ആണ്. ലൈങ് ഓൺ അബ്ഡമൻ. ഇത്രയുമാണ് സിംറ്റം. അപ്പൊ ഈ കേസിൽ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് വീട്ടിലേക്ക് ഞാൻ ആഴ്സനിക് ആൽബം ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് അയച്ചു കൊടുക്കും, ഇപ്പിക്കാക്ക് അയച്ചു കൊടുക്കും. അന്നത്തൊക്കെ എൻ്റെ മനസ്സിലുള്ള മരുന്നുകൾ അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? ആഴ്സനിക് ആൽബും ഇപ്പിക്കാക്കും. ബാക്കി മരുന്നുകളെ കുറിച്ചൊന്നും പലപ്പോഴും ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ ഇത് കൊടുക്കുമ്പോൾ തൽക്കാലം പാലിയേറ്റ് ചെയ്യും. പക്ഷെ ചില ദിവസങ്ങൾ കൈവിട്ടു പോകും. കാരണം ഓട്ടം കൂടുതലാണ്, വിയർപ്പ് കൂടുതലാണ്, മുയലിനെ പിടിച്ചിടാൻ വേണ്ടി അല്പം പ്രയാസപ്പെടും. അഴിച്ചുവിടാൻ എളുപ്പമാണ്. പിടിച്ചിടണമെന്നുണ്ടെങ്കിൽ ആ വീടിന് ചുറ്റും ഒരു 4-5 റൗണ്ട് ഓടിയാലേ നടക്കത്തുള്ളൂ, പണി നടക്കത്തുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ ഇത് പിടിച്ചിട്ട് കഴിയുമ്പോഴത്തേക്ക് വിയർത്ത് കഴിഞ്ഞാൽ ഉടനെ തുമ്മൽ വരും, ജലദോഷം വരും, ചുമ വരും. രാത്രിയാകുമ്പോൾ പ്രത്യേകിച്ച് ന്യൂ മൂണോ ഫുൾ മൂണോ ഒക്കെ ആണെങ്കിൽ തീർന്ന് അന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരും. അപ്പൊ ഇത് ഒരു 3-4 വർഷം ഇതിങ്ങനെ തുടരുക. അപ്പൊ ഹോമിയോപ്പതി ഭയങ്കര മെച്ചമാണ്. ഹോമിയോപ്പതി കൊണ്ട് മാത്രമേ ശ്വാസമുട്ട് കുറയത്തുള്ളൂ, ബാക്കിയുള്ളതൊന്നും ശ്വാസമുട്ട് കുറയ്ക്കലല്ല എന്ന് നമ്മൾ ഘോരഘോരം പ്രസംഗിക്കുമ്പോഴും നമ്മുടെ വീട്ടിലൊരു കൊച്ചുണ്ടായിട്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നില്ല. അപ്പം ഇടയ്ക്ക് വേറെയും ഹോമിയോ ഡോക്ടർമാരെ കൊണ്ട് കാണിക്കാറുണ്ട്. മനസ്സിലായില്ലേ? അവിടെയും, കാരണം ഞാൻ വളരെ ജൂനിയറാണ്, അവിടേക്കൊക്കെ ഈ പാലിയേഷൻ മാത്രമേ പറ്റുന്നുള്ളൂ. പക്ഷെ വീണ്ടും റിലാപ്സ് ചെയ്തുകൊണ്ടേയിരുന്നു. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കാണ് ഇനി എന്ത് ചെയ്യാൻ പറ്റും, ഇതൊന്നു പെർമനന്റ് ആയിട്ട് ഇതിനൊരു സൊല്യൂഷൻ വേണമല്ലോ എന്ന് ചിന്തിക്കുകയും വളരെ ഇൻഡെപ്തിൽ നമ്മുടെ ചിന്ത പോവുകയാണ്. മനസ്സിലല്ലേ? എങ്ങനെ ക്യൂർ ചെയ്യാൻ പറ്റും? അവിടെയാണ് പല മരുന്നുകളും, ഹെപ്പാറസൾഫ് കൊടുക്കണോ, സ്പോഞ്ച് കൊടുക്കണോ, കാർബോജ് കൊടുക്കണോ, അയോഡൻ കൊടുക്കണോ എന്നൊക്കെയുള്ള ചിന്തകൾ വരുന്നത്. അപ്പം ഹെപ്പാറസൾഫ് ചില്ലി പേഷ്യൻ്റ് ആണ്. മനസ്സിലായില്ലേ? പിന്നെ ഇവിടെ ലാക്ടോസിസ്, സ്പോഞ്ച്, അയഡം ഇതൊക്കെ നമുക്ക് ട്രൈ ചെയ്യാവുന്നല്ലോ. പക്ഷെ അയഡം ഞാൻ കൊടുത്തു നോക്കിയിട്ടുണ്ട്, അവിടെയും പാലിയേഷൻ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. കാർബോജ് കൊടുത്തിട്ടുണ്ട്, എനിക്ക് പാലിയേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പം അവിടെയാണ് ഈ കെന്റ് വായിച്ച ഓർമ്മ. നാട്രൻ സെൽഫ് കൊടുത്താലേ ശ്വാസം മുട്ട് കുറയുള്ളൂ എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? നാട്രൻ സെൽഫ് 6S സ്റ്റാർട്ട് ചെയ്തു, 1 മാസം കൊടുത്തു, പക്ഷെ വീണ്ടും ഇടയ്ക്ക് റിലാപ്സ് വന്നു. നാട്രൻ സെൽഫ് 1 കൊടുത്തു, കുറഞ്ഞില്ല. ഞാൻ വീണ്ടും കേസ് ഡീറ്റെയിൽ ആയിട്ട് എടുത്തു. ഈ പറഞ്ഞ സിംറ്റംസ് ഞാൻ അവന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ഞാൻ തന്നു. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് മെഡിസിൻ മനസ്സിൽ വന്നിട്ടുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കേസാണിത്. പറഞ്ഞ മറിയമ്മ മാഡം പറയുന്നുണ്ട്. അല്ല, ഹോട്ട് പേഷ്യന്റ് ആണ്, ശരി തന്നെ. ക്രേവിംഗ് ഫോർ സിട്രസ് ഫ്രൂട്ട്സ് ജ്യൂസ്. ടെക്സ്റ്റ് ചെയ്യാം, അറിയാവുന്നവർ ടെക്സ്റ്റ് ചെയ്തു കാണാമല്ലോ. 2 മിനിറ്റ് തരാം. അറിയാം, നിങ്ങൾക്ക് അറിയാവുന്ന മരുന്നാണ്. റസീന, കറക്റ്റ്. മെഡോറിനം 10M ആണ് പറഞ്ഞത്. 10M അല്പം കൂടിപ്പോയി. കാരണം നമുക്ക് 1M മെഡോറിനത്തിന്റെ ടിപ്പിക്കൽ സിംറ്റംസ് ആണ്. യെസ് എന്റെ മോൻ ഇവിടെ ഇരുന്നിട്ട് അവൻ മെഡോറിന എഴുതി കാണിക്കുന്നത്. അവൻ 2nd ഇയർ സ്റ്റുഡന്റ് ആണ് കേട്ടോ. വെരി ഗുഡ്. അപ്പം ഈ കേസിൽ മെഡോറിന കൊടുത്തേ. കാരണം മെഡോറിനം ഞാൻ പറഞ്ഞ കയ്യിൽ വാട്ടുണ്ടെന്ന് പറഞ്ഞു, ഹോട്ട് പേഷ്യന്റ് ആണെന്ന് പറഞ്ഞു, ഫ്രൂട്ട്സ് ഡിസേർവ്, അതായത് സിട്രസ് ഫ്രൂട്ട്സിനോടുള്ള ക്രേവിംഗ് ഉണ്ട്. അവന് ലൈങ് ഓൺ അബ്ഡമൻ, മെഡോറിനത്തിന്റെ ലൈങ് ഓൺ അബ്ഡമൻ. മനസ്സിലായില്ലേ? അപ്പം ദിസ് ഇസ് ഇനഫ് ആൻഡ് മോർ.
ദെൻ സൈക്കോട്ടിക് ആണ്, ആസ്മാറ്റിക് ആണ്, സൈക്കോട്ടിക് ആണ്. നിങ്ങൾ മെഡോർണം ജസ്റ്റ് വെറുതെ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഫോർ എവർ. ഒരിക്കലും പിന്നെ മെഡോർണം മറക്കില്ല, മനസ്സിലായില്ലേ? അപ്പൊ ഇത് മെഡോർണമാണ് കൊടുത്തേ. അപ്പൊ ഞാൻ നാട്രൽ സെൽഫ് കൊടുത്തില്ലെങ്കിൽ ഒരു ആസ്മയും കുറയില്ല എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ തിരിച്ചു വീണ്ടും പറയുകയാണ്, ഇവിടെ ഈ കേസിൽ മെഡോർണം കൊടുത്തിട്ടാണ് എനിക്ക് റിസൾട്ട് കിട്ടിയതും കുറഞ്ഞതും. അപ്പം നമ്മൾ ആന്റിസൈക്കോട്ടിക് ആയിട്ട് തൂജ, മെഡോർണ, നാട്രൽ സെൽഫ് ഇവരെ മൂന്നുപേരെ നമ്മൾ ചേർത്ത് നിർത്തണം. ചില കേസുകളിൽ മറ്റ് ഡീപാക്റ്റിംഗ് ആയിട്ടുള്ള ആന്റിസൈക്കോട്ടിക് മെഡിസിൻസിലേക്ക് പോകേണ്ടതായിട്ട് വരും എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ കേസ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇത്രയും പൊട്ടൻസി ഏതാ കൊടുത്തത്? വണ്ണം ഞാൻ ഒരു 2-3 ഡോസ് വരെ കൊടുത്തു കേട്ടോ. ഒരു 45 ഡേയ്സ് ഇന്റർവെല്ലില് ഒരു 3 ഡോസ് വരെ കൊടുത്തു. ഇടയ്ക്ക് 1-2 അറ്റാക്ക് വന്നിരുന്നു. അവിടെ ഞാൻ ആഴ്സനിക്കാൽബോ ഇപ്പിക്കാക്കൊക്കെ കൊടുത്ത് തന്നെ ഇടയ്ക്ക് പാലിയേറ്റ് ചെയ്തു. വീണ്ടും നാട്രൽ സെൽഫ് 6x അവനെ 3 മാസം റെഗുലറായിട്ട് ഞാൻ കൊടുത്തു. പിന്നെ എന്നിട്ട് മെഡോറിനോ വണ്ണമിലാണ് അതെനിക്ക് റിസൾട്ട്. പിന്നെ ഹയർ പൊട്ടൻഷ്യലേക്ക് പോയിട്ടില്ല. ആ ഒരു 10M എഴുതി കാണിച്ചു. കാരണം ഈ 10M കൊടുത്തില്ല എന്ന് പറയുമ്പം എപ്പോഴും നമ്മൾ ഹയർ പൊട്ടൻസി ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഒരു അഗ്രവേഷൻ നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു ഭയം കൊണ്ടായിരിക്കാം ഞാൻ 10M കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ റിസൾട്ട് കിട്ടിയേനെ. വിദോൾക്കാസ് പറയുന്ന ഇഫ് യു ആർ ഡാം ഷുവർ ഓഫ് ദ ഡ്രഗ് ഗോ ഹൈ എന്നാ പറയുന്നത്. കറക്റ്റ് മെഡിസിൻ ആണെന്ന് നിങ്ങൾക്ക് 100% ഉറപ്പുണ്ടെങ്കിൽ ദ ഹയസ്റ്റ് പൊട്ടൻസി കൊടുക്കാനാണ് പറയുന്നത്. അപ്പം 10M കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു നല്ല റിസൾട്ട് കിട്ടുമായിരുന്നായിരിക്കാം. ഓക്കെ, അത് രണ്ടാമതൊരു ട്രയലിനുള്ള സാധ്യത ഇല്ലാത്തതുകൊണ്ട് ലീവ് ഇറ്റ്. ഇനി മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളുമാണ് എനിക്ക് കേൾക്കേണ്ടത്. എനിക്കും പഠിക്കണമല്ലോ എന്തെങ്കിലുമൊക്കെ. യെസ്, ക്ലാസ് കഴിഞ്ഞോ സാറേ? അവര് തൽക്കാലം യെസ് ഡിസ്കഷനിലേക്ക് പോവാം. നമുക്കിനിയിപ്പോ 5 മിനിറ്റും കൂടി എൻ്റെ ഒരു ഇല്ല വോയിസ് ഷെയർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ ശരി ഓക്കെ, പ്രൊസീഡ് ഡോക്ടർ. സമയം ഒത്തിരി ഉണ്ട്, 20 മിനിറ്റോളം ഉണ്ട് ഡോക്ടറെ. 10 മിനിറ്റോടെ ക്ലാസ് എടുക്കാമെങ്കിൽ ഓക്കെ, അഭിപ്രായങ്ങൾ പറഞ്ഞോട്ടെ. ഞാൻ വീണ്ടും പ്രൊസീഡ് ചെയ്യാം. അഭിപ്രായങ്ങൾ വരട്ടെ. സീനിയേഴ്സ്, ഇതിനകത്തുള്ള കുറച്ച് സീനിയേഴ്സ് ഉണ്ടല്ലോ, ജസ്റ്റ് അവരുടെ അനുഭവങ്ങൾ കൂടി ഒന്ന് കേൾക്കട്ടെ. അപ്പൊ ഇതില് ആർക്കെങ്കിലും അനുഭവങ്ങൾ പങ്കിടാനുണ്ടെങ്കിലോ ഡോക്ടറോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലോ ഹാൻഡ് റൈസ് ചെയ്യേണ്ടതാണ്. കേസുകൾ വേണം, കേസുകൾ. ഹരിഹരൻ സാർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സാർ അഡ്മിറ്റ് ചെയ്തോളൂ. ഹലോ, ഞാൻ ഡോക്ടർ പറക്കവട്ടിയുടെ ക്ലാസ് മുഴുവൻ കേട്ടില്ല. പക്ഷെ എനിവേ ലാസ്റ്റ് ഭാഗം കേട്ടു. ആ ലാസ്റ്റ് ഭാഗം മാത്രം ഞാൻ എന്നെ പറ്റി ഒരു അഭിപ്രായം പറയാം. അതായത് ഇപ്പം മെഡോർണം കൊടുത്തിട്ടും വ്യത്യാസം വന്നില്ല. ആദ്യം നല്ല റിലീഫ് കിട്ടി, പിന്നെ അങ്ങോട്ടേക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ ഡോക്ടറെ പിന്നെ കൊടുക്കേണ്ട മരുന്ന് ട്യൂബർക്കുലിനാണ്. ഈ മരുന്നുകൾ കൊണ്ടും ഈ ഡോക്ടർ പറഞ്ഞതെല്ലാം മറ്റുള്ളതെല്ലാം ശരിയാണ്. ഇപ്പൊ നമുക്ക് ഹോട്ട് പേഷ്യൻ്റ് ആണ്, ഈ ഇതുകൊണ്ട് തണുപ്പ് കൊണ്ട് അഗ്രവേറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ അങ്ങനെ വരുന്നുവെങ്കിൽ യു ക്യാൻ പ്രിസ്ക്രൈബ് നാട്രസോൾ. അറ്റ് ഈസ് കുഴപ്പമില്ല. ഞാൻ ഇവിടെ പൊട്ടൻസിയിൽ നമ്മൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നാട്രൽ സൾഫ് 10M ആണ് കൊടുക്കാറുള്ളത്. അതൊരു കാര്യം. രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, നാട്രൽ സൾഫിന്റെ കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല റിലീഫ് കിട്ടും, കുഴപ്പമൊന്നുമില്ല. 1-2 മാസം കഴിഞ്ഞ് പിന്നെ ഇത് വരുന്നെങ്കിൽ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ തൂജ, അപ്പോഴും തൂജ 10M കൊടുക്കും. എന്നിട്ട് അത് കഴിയുമ്പോൾ കുറെ നാളത്തേക്ക് ഒന്നും ഉണ്ടാവില്ല, സുഖമായിരിക്കും. പിന്നെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നമ്മൾ ചിന്തിക്കേണ്ടത് ട്യൂബർക്കുലിനമാണ്. എന്താന്ന് വെച്ചാൽ ഈ ട്യൂബർക്കുലിനത്തിന്റെ കൊടുക്കുന്നതിൻ്റെ കാര്യമുണ്ട്. ഈ ഒരു കാലഘട്ടത്തില് ഈ ട്യൂബർക്കുലോസിസ് നമ്മുടെ ഈ ഭാരതത്തിൽ പ്രിവെയിൽ ചെയ്തിരുന്നു, കണ്ടൊരുമാനം ഇരുന്നു. ഈ ട്യൂബർക്കുലർ മയാസം ഇല്ലാത്ത ആൾക്കാർ വളരെ ചുരുക്കമാണ്. ഞാൻ നോക്കിയിട്ട് ഈ ആസ്തമാറ്റിക് പേഷ്യൻസിൽ ഇൻഹറൻ്റ് ആയിട്ട് ഈ ട്യൂബർക്കുലർ മയാസം ഉണ്ട്. ആ ട്യൂബർക്കുലർ മയാസത്തെ കൂടെ കറക്റ്റ് ചെയ്താലേ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ആസ്മ മാറ്റിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഇതാണ് എനിക്കുള്ള ഒരു അഭിപ്രായം. പിന്നെ വേറെ മെഡിസിൻസ് ഉണ്ട്, അതിനെല്ലാം നല്ല പ്രോപ്പർ ഇൻഡിക്കേഷൻസ് ഉണ്ട്.
അതായത് ആഴ്സനിക് ആൽബ്, കോസ്റ്റിക്കം വരും, ലൈക്കോപോഡിയം വരും, പിന്നെ കാലി കാർബ് വരും. അതൊക്കെ നമുക്ക് അതിന്റെ സോറിനം വരും. ഇങ്ങനെ കുറെ മെഡിസിൻസ് ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻസ്. ഇങ്ങനെയുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ കൊണ്ട് മാത്രമേ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് ഡോക്ടർ മുമ്പേ പറഞ്ഞ കണക്ക് ഈ കുറച്ച് പാലിയേറ്റീവ് റെമഡീസ് ഉണ്ടല്ലോ. ഇപ്പൊ ആഴ്സനിക് ആൽബ്, ആസ്പിഡോസ്പെർമ, പിന്നെ കാർബോവെഗ്, ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് ഒരു അക്യൂട്ട് ആയിട്ടുള്ള ഫേസ് വരുമ്പോൾ ഉപയോഗിക്കാവുന്നതാണ്. എപ്പിക്കാക്ക് ഇതെല്ലാം നമുക്ക് അക്യൂട്ട് ഫേസിൽ ഉപയോഗിക്കാം. വേണമെങ്കിൽ ടിഞ്ചേഴ്സും ഒക്കെ വേറെ പലതും ഉപയോഗിക്കാം. പക്ഷേ ഈ മെഡിസിൻസ്, അതായത് ആന്റി സൈക്കോട്ടിക്, പിന്നെ ആന്റി ട്യൂബർക്കുലർ, പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ, ഈ പാറ്റേണിൽ പോയാൽ മാത്രമേ ഒരു ആസ്മ ചികിത്സിച്ച് ഭേദമാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ എന്നാ എൻ്റെ അഭിപ്രായം. ഈ ട്യൂബർക്കുലത്തിന്റെ ഒരു പുതിയ അറിവാണ്. കാരണം അത് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ ഒരു 100 കേസ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 5-ൽ താഴെ കേസ് മാത്രമായിരിക്കാം ഈ ഒരു മാനേജ്മെന്റിലേക്ക് പോകേണ്ടതായിട്ട് വരുന്നത്. മനസ്സിൽ ബാക്കിയുള്ള കേസുകളിലൊക്കെ ഈ നാട്രൽ സൾഫിലോ അല്ലെങ്കിൽ മെഡോർണത്തിലോ ഒക്കെ വന്ന് തീർച്ചയായിട്ടും കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ആവും. പക്ഷെ ചില കേസുകളിൽ നമുക്ക് ഒറ്റയ്ക്കും പെട്ടയ്ക്കും ഒക്കെ ഉള്ള കേസുകളിലായിരിക്കും പലപ്പോഴും ഈ രീതിയിലുള്ള ഒരു മാനേജ്മെന്റിലേക്ക് പോകേണ്ടി വരുന്നത്. പക്ഷെ ഈ അവയർനെസ് നമുക്ക് അപ്പോൾ ഉണ്ടായിരിക്കണം. യെസ്, താങ്ക് യു സർ. നന്ദി ഹരിഹരൻ സാറ്. ഇനി ആർക്കെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. പിന്നെ ഡോക്ടറെ, പിന്നെ പൾസാറ്റില ചിലപ്പം വരാറുണ്ട് കേട്ടോ. പൾസാറ്റില വരാറുള്ളത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഓപ്പൺ എയറില് ഒരു കതക് തുറന്ന് വെളിയിൽ ഇരിക്കും. എനിക്കങ്ങനത്തെ പേഷ്യൻസിനെ കിട്ടിയിട്ടുണ്ട്. ഇഷ്ടം വന്ന കതക് തുറന്ന് ഒരു വെളിയിൽ പോയിട്ടിരിക്കും, ഓപ്പൺ എയർ ആംബ്ലിയോലാർ. അതുപോലെ തന്നെ ഈ ആഴ്സനിക് ആൽബ് പേഷ്യന്റ് ഞാൻ കാണുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്, ഒരു ഒച്ചയടപ്പ്. അതായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ജന്നലെ പിടിച്ചോണ്ട് ജന്നലിന്റെ അഴികളിൽ പിടിച്ചോണ്ട് നിന്നോണ്ട് അവര് വലിക്കും. അവർക്ക് ആഴ്സനിക് ആൽബ് പ്രയോജനപ്പെടുന്നുണ്ട്. അതേസമയം സോറിനം പേഷ്യൻസിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വിമിഷ്ടം വന്നു കഴിഞ്ഞാൽ 2 കൈയും എടുത്ത് വിതിർത്തിയിടും. അതാണ് ആ ഒരു സോറിനം പേഷ്യൻസിന്റെ ഒരു പ്രത്യേകത. പിന്നെ ഹെപ്പാർസഫ് പേഷ്യൻസിന് സാറിന്റെ വീഡിയോ കാണാൻ പറ്റുന്നില്ല സാറേ, കൈയൊക്കെ കാണിച്ചപ്പോഴേ. ഞാൻ എന്റെ വീട്ടിലെ ഡ്രസ്സിലിരിക്കുന്ന ചുമ്മാ എനിക്ക് അതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. അങ്ങനെ നമുക്ക് പൊസിഷൻ വെച്ചിട്ട് പ്രിസ്ക്രൈബ് ചെയ്യാം ആസ്മയ്ക്ക്. അതുപോലെ തന്നെ ഡോക്ടർ മുമ്പേ പറഞ്ഞ കണക്ക് ക്രേവിങ് ഫോർ സോർത്തിങ്സ്, അത് കെന്റ് റെപ്പർട്ടറിയില് പ്രത്യേകം പറയുന്നതാ മെഡോറിനം. ക്രേവിങ് ഫോർ സോർത്തിങ്സ്, പിന്നെ ഇങ്ങനെ കവന്ന് കിടക്കുക, ഇതൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് മെഡോറിനം പ്രിസ്ക്രൈബ് ചെയ്യാം. പിന്നെ മെഡോറിനം ഒരു ഹോട്ട് പേഷ്യന്റ് ആണ്, അതും കൺസിഡർ ചെയ്യാം. പിന്നെ നമുക്ക് കാലിക്കാർബ് ഒരു ഹൈലി ചില്ലി റെമഡിയാണ്. അതായത് എനിക്ക് തോന്നുന്ന ആഴ്സനിക് ആൽബിനേക്കാൾ ചില്ലിയാണ് കാലിക്കാർബ്. കാലിയല്ലേ, കാലി കാർബ്, അത് ആഴ്സനിക്കത്തിനെക്കാട്ടിലും ചില്ലിയാണ്. അതുപോലെ തന്നെ വേറെ ഒരു കാര്യം കൂടെ ഡോക്ടർ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം. ഈ ആസ്മ വരുന്നതിന് മുമ്പ് ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണെന്നറിയാമോ? ഈ കണ്ണിയൊറിച്ചില്, മൂക്ക് ചൊറിച്ചില്, തുമ്മല്, ചെവി ചൊറിച്ചില് എന്നൊക്കെ പറഞ്ഞ് പേഷ്യൻസ് നമ്മുടെ ഒക്കെ വരും. അത് ഇതിന്റെ ഒരു പ്രയർ കണ്ടീഷനാണ്. നമുക്ക് അവിടെ വെച്ച് പിന്നെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അത് സാധാരണയായിട്ട് ഈ തെർമൽ റിയാക്ഷനും ഇതെല്ലാം കൂടെ വെച്ച് നോക്കി നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യാം. പിന്നെ വേറെ ഒന്ന് കോസ്റ്റൽ ഏരിയയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആഴ്സനിക് ആൽബാണ് വണ്ടർഫുൾ റെമഡി. ഈ ആദ്യം വരുന്ന പേഷ്യന്റിന് ഈ പറഞ്ഞ രീതിയിൽ തുമ്മല്, കണ്ണിയുറിച്ചില്, മൂക്കിയുറിച്ചിലൊക്കെ വരുവാണെങ്കിൽ ആഴ്സനിക് ആൽബ് 10 ഒരൊറ്റ ഡോസ് കൊടുത്താൽ മതി.
ഒരാഴ്ച കൊണ്ട് തന്നെ റിലീഫ് ഉണ്ടാവും, വ്യത്യാസം ഉണ്ടാവും. പിന്നെ അതിനുശേഷം പിന്നെ ഇത് വരുന്നെങ്കിൽ പിന്നെ തൂജായോ മെഡോറിനമോ ഈ ടെന്നമുർഡോസും കൂടെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത മെഡിസിനിലേക്ക് പോവുക. പക്ഷെ ഇതൊന്നുമല്ല, ചിലപ്പം നമ്മൾ കഷ്ടപ്പെട്ടു പോകുന്ന ചില കേസുകൾ വരുന്നുണ്ട്. അവിടെ നമ്മൾ കുറെ പാടുപെടേണ്ടി വരും. അതിന് ശരിക്കും കേസെടുത്ത് ബുദ്ധിമുട്ടി തന്നെ ചെയ്യേണ്ടി വരും. ചിലത് പിടിച്ചാൽ കിട്ടത്തില്ല. കറക്റ്റ് എനിക്ക് കറക്റ്റ് എനിക്ക് അങ്ങനെ ഭേദമാകാത്ത കേസുകളുണ്ട്. ഞാൻ ആ അവരെ 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 അലോപ്പതിയിലേക്ക് ഞാൻ പറഞ്ഞു വിടാറുണ്ട്. അത് കഴിഞ്ഞിട്ട് അവർ തിരിച്ചു വരാറുണ്ട്. അപ്പം അവർക്ക് ഈ ഇൻഹലേഷനുള്ള പേഷ്യൻസ് ആണ് മിക്കവാറും നമ്മുടെയൊക്കെ വരുന്നത്. അതൊക്കെ നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റും. പക്ഷെ അതൊക്കെ അവരുടെ കൈ വെച്ചോളാൻ നമ്മൾ പറയും. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഡിപ്പെൻഡന്റ് ആയി കഴിഞ്ഞാൽ ഇത് മാറ്റിയെടുക്കാൻ കുറച്ച് നമ്മൾ പാടുപെടണം. പിന്നെ ഡോക്ടർ ഇതിനകത്ത് വേറൊരു കാര്യം, ഡോക്ടർ അത് നേരത്തെ പറഞ്ഞോ ഇല്ലയെന്ന് എനിക്കറിയില്ല. ഈ അലർജിക് സബ്സ്റ്റൻസസ് നമ്മൾ കർശനമായിട്ട് ഇവരിൽ ഒഴിവാക്കണം. അതായത് ഞാൻ ഒഴിവാക്കുന്ന സാധനങ്ങൾ ഈ മീനുകളിൽ കൊഞ്ച്, അയല, ഞണ്ട്, കക്ക ഇറച്ചി, ഇത്ര സാധനം ഞാൻ കർശനമായിട്ട് ഒഴിവാക്കിക്കും. പിന്നെ ബേക്കറി സാധനങ്ങൾ കർശനമായിട്ട് കുടിപ്പിക്കത്തില്ല, ബേക്കറി സാധനങ്ങൾ. പിന്നെ ഈ കൊതുകിനെ ഓടിക്കാനുള്ള ഒറ്റ സാധനം, അതായത് അവർ പറയും ഓൾ ഔട്ട് വെച്ചോട്ടെ, ഇല്ലെങ്കിൽ മറ്റേത് വെച്ചോട്ടെ, മറിച്ചേത് വെച്ചോട്ടെ എന്ന് പറയും. പക്ഷെ ഞാൻ സമ്മതിക്കത്തില്ല. കൊതുകിനെ ഓടിക്കാനുള്ള ഒറ്റ സാധനം ഈ കുട്ടി കിടക്കുന്നയോ അവര്. പിന്നെ പുകവലിക്കുന്ന പേരൻസ് ഉണ്ടെങ്കിൽ അത് ഞാൻ സമ്മതിക്കത്തില്ല. സാമ്പ്രാണിത്തിരി കത്തിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. പിന്നെ എപ്പോഴും ചൂടാഹാരം, ഫ്രിഡ്ജ് വെച്ചിരിക്കുന്ന സാധനം കൊടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അഥവാ അങ്ങനെ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചൂടാക്കി കൊടുത്തോണം. അങ്ങനെ നമ്മൾ അതും കൂടെ കൺസിഡർ ചെയ്ത് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതും കൂടെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കുട്ടികളുടെ ആസ്മ എസ്പെഷ്യലി നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഒത്തിരി പ്രായമായവരുടെ വലിയ പ്രയാസമാണ് മാറ്റിയെടുക്കാനായിട്ട്. പക്ഷെ എന്നാലും കുട്ടികളിൽ നമുക്ക് എനിക്ക് തോന്നുന്ന എൻ്റെ ഒരു ഘട്ടത്തിൽ 90%, 10% ഞാൻ വിട്ടുകളയും. 90% കുട്ടികളുടെയും ഈ മിഷ്ടം മാറ്റിയെടുക്കാൻ പറ്റും ഡോക്ടർ. എന്തൊക്കെയായാലും ഞാൻ ആദ്യം തൊട്ടേ കേട്ടില്ല, എനിക്കൊരു നഷ്ടമായിപ്പോയി. ഞാൻ നാളെ ഡോക്ടറുടെ വീഡിയോ കേൾക്കാം. ഇല്ല സാർ, സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഈ പറഞ്ഞ മരുന്നുകളൊക്കെ ഞാൻ മെൻഷൻ ചെയ്തിരുന്നു. ഇതിനകത്ത് 3 പേര് കറക്റ്റ് മെഡോർണ എന്ന് പറഞ്ഞ സഹല, അതുപോലെ ഒരു ആലീസ് വിൽസൺ, അതുപോലെ റീന ജോർജ്, ഇവരൊക്കെ മെഡോർണം ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ റസീന, ഞാൻ ആദ്യത്തെ റസീനയുടെ മാത്രമാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. വെരി ഗുഡ് കേട്ടോ. അപ്പം ഇങ്ങനെയുള്ള ക്ലാസ്സുകളിൽ നിന്നുള്ള ഒരു അവയർനെസ്, നിങ്ങളുടെയൊക്കെ മെറ്റീരിയൽ മെഡിക്കൽ നോളജാണ് അവിടെ പിന്നെ പ്രതിഫലിച്ചതെന്നുള്ളതാണ് സത്യം. അപ്പൊ ഇവിടെ ഈ ഇങ്ങനെയുള്ള സിംറ്റംസ് കൂടി നമുക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ, കാരണം പലപ്പോഴും നമുക്ക് മരുന്നറിയാം പക്ഷെ സിംറ്റംസ് എടുക്കാൻ അറിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ ഇതാരും പേഷ്യന്റ് വന്നിട്ട് ഈ സിംറ്റംസ് ഒന്നും പറയില്ല, നമ്മൾ എലിസിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. മനസ്സിലായില്ലേ? അപ്പം ഞാൻ എൻ്റെ മകൻ വീട്ടിൽ തന്നെ ഉള്ളവനായതുകൊണ്ട് അത്ര കണ്ട് ഒബ്സർവേഷൻ ഉള്ളത് കൊണ്ടാണ് എനിക്ക് അത്രയും സിംറ്റംസ് കിട്ടിയത്. തീർച്ചയായിട്ടും ഹരിഹരൻ സാറ് പറഞ്ഞ കാര്യങ്ങളൂടി ആഡ് ചെയ്യുക. ഇൻവിട്രേറ്റ് കേസുകളിൽ ഇങ്ങനെയുള്ള ചില പൊടിക്കൈകളും ചിലപ്പോൾ ചെയ്യേണ്ടി വന്നേക്കും. അടുത്തതായിട്ട് ആർക്കെങ്കിലും ചോദിക്കാം. ഡോക്ടർ ധനേഷിന്റെ അനുഭവങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടോ? ഞാൻ ഇപ്പൊ ആസ്മ കേസ് വരികയാണെങ്കിൽ ഈ രീതിയൊക്കെ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്, പറഞ്ഞ പോലെ കേസ്. പക്ഷെ മിക്കവാറും ആസ്മ കേസുകളുടെ എല്ലാം തന്നെ, ഈവൻ കുട്ടികളുടെ ആണെങ്കിൽ പോലും അതിന്റെ പുറകിലെല്ലാം തന്നെ ഓരോ കഥകൾ ഉണ്ടാകും എന്നുള്ളതാണ്. ഈ കഥകളിലോട്ട് കയറി ചെല്ലുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കുട്ടി ഗർഭപാത്രത്തിൽ കിടന്ന സമയത്ത് ഈ അമ്മ അനുഭവിച്ച ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള കുട്ടികളെല്ലാം തന്നെ ഓവർ ആക്റ്റീവ് ആയിരിക്കും. അങ്ങനെയുള്ള ഓവർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളെല്ലാവരും തന്നെ പൊതുവെ ഡിസ്ട്രക്റ്റീവ് ആയിരിക്കും. ആ ഒരു നേച്ചറുള്ള കുട്ടികളെല്ലാം തന്നെ തുടക്കത്തിൽ ഒരു 10-45 ദിവസം കഴിയുമ്പോൾ തൊട്ട് പനി പിടിക്കുന്ന കുട്ടികളായിരിക്കും. പനി പിടിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ തൊട്ട് മിക്കവാറും ഉടൻ തന്നെ അവർ അലോപ്പതി ചികിത്സയിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഇതിനിടയ്ക്ക് അവർക്ക് വാക്സിനേഷൻ എടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട്
തുടക്കത്തിൽ തന്നെ ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ ഞാൻ മിക്കവാറും ട്യൂബർക്കുലിനത്തിലാണ് തുടങ്ങുന്നത്. ട്യൂബർക്കുലിനം കൊടുത്തു കഴിഞ്ഞ് പിന്നീട് കണ്ടുവരുന്നത് ആ, ഈ കുട്ടികളിലുള്ള മാറ്റങ്ങൾ വളരെ പ്രത്യക്ഷമായ മാറ്റങ്ങൾ ഉണ്ടാകുകയും മിക്കവാറും ഈ കുട്ടികളെല്ലാം തന്നെ ഒരു പൾസാറ്റില മൂഡിലോട്ട് മാറും. അങ്ങനെ മാറുന്നതായിട്ടാണ് എൻ്റെ ഒരു അനുഭവം. മിക്കവാറും കുട്ടികളെല്ലാം തന്നെ ഈ പൾസാറ്റില കൊടുക്കുമ്പോൾ തന്നെ വേഗത്തിൽ പല കുട്ടികളും എനിക്ക് ഈ അടുത്ത് തന്നെ ആ, ഒരു 8-9 മാസം പ്രായമുള്ള ഒരു കുട്ടിയായിട്ടൊരു അമ്മ, അവര് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യാണ്, മലപ്പുറത്താണ്. ഇവര് അടുപ്പിച്ച് 3-4 വട്ടം കൊച്ചിന് ന്യൂമോണിയ പിടിക്കുന്നെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു. നിരന്തരം വീട്ടിൽ വരുന്നു, തിരിച്ച് അവിടെ ചെല്ലുമ്പോൾ വീണ്ടും പ്രശ്നം വരുന്നു. എന്നാൽ ഈ കുട്ടിയെ വന്ന പാടെ തന്നെ ഈ മെത്തേഡിലാണ് ഞാൻ ട്രീറ്റ് ചെയ്തത്. അന്ന് അത് ഇവർക്ക് കൊടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ കുട്ടിക്ക് നല്ല മാറ്റങ്ങളുണ്ടായി. പിന്നീട് ഈ കുട്ടി ഞാൻ നോക്കിയപ്പോൾ കറക്റ്റ് ഒരു പൾസാറ്റില നേച്ചറായിട്ട് വന്നു. പൾസാറ്റില കൊടുത്തു കഴിഞ്ഞ് പിന്നീട് എപ്പോൾ വന്നാലും ഈ കുട്ടിക്ക് പിന്നീട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നില്ല. ഇപ്പോഴേ ഈ കുട്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കുട്ടിക്ക് എപ്പോഴും അമ്മ തന്നെ വേണം. അമ്മ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ഇവിടെ നിന്ന് ഒന്നെങ്കിൽ ഹസ്ബൻഡ് അല്ലെങ്കിൽ കുട്ടിയുടെ ആ, 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 അമ്മൂമ്മ കൂടെ ചെല്ലണം. ഇവരാരെ അവിടെ ചെന്ന് അച്ഛനില്ലെങ്കിൽ അപ്പം തന്നെ കുട്ടിക്ക് സങ്കടം വരികയും ഉടനെ പനി വരികയും ചെയ്യും. അവര് ഉടനെ തിരിച്ചു വരും. ആ രീതിയായിരുന്നു. പക്ഷെ ഇപ്പൊ അതിന് മാറ്റം വന്നു. ഇപ്പൊ ആ കുട്ടിക്ക് 1 വയസ്സ് കഴിഞ്ഞു, വലിയ പ്രശ്നങ്ങളില്ല. എന്നാൽ ഇപ്പോഴെങ്ങനെയാന്ന് വെച്ചാൽ ഈ കുട്ടിക്ക് പനി വന്നാൽ ഉടനെ ഈ കുട്ടിയെ കൊണ്ട് എന്നെ വന്നൊന്ന് കണ്ടു കഴിയുമ്പോൾ ആ കുട്ടി കഴിഞ്ഞ ദിവസം തന്നെ നല്ല ഒരു ആസ്മാറ്റിക് അറ്റാക്ക് പോലെ ഉണ്ടായി. പക്ഷെ പെട്ടെന്ന് ക്ലിനിക്കിൽ വന്ന് നമ്മൾ ഒരു ഡോസ് മരുന്ന് കൊടുത്ത് നമ്മളെ കണ്ടു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് കുട്ടി കളി തുടങ്ങി. ആസ്മയായിട്ട് വന്ന കുട്ടിയാണെന്ന് തോന്നുന്നില്ല. അപ്പൊ ആ രീതിയിലുള്ള മാറ്റങ്ങളാണ് അവർക്ക് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കേസും ഇതൊരു ആസ്മ പേഷ്യന്റ് ആണെന്നുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്യാറില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു മെത്തഡോളജിയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. മിക്കവാറും അത് കഴിയുമ്പം ഒരു പക്ഷേ അത് ഒരു ത്രെട്ടണിങ് ന്യൂമോണിയയിലോട്ട് പോകുന്ന സ്റ്റേജ് ആണെങ്കിൽ ആ സമയത്ത് നമ്മൾ നാക്ക് നോക്കുമ്പോൾ മിക്കവാറും കോട്ടർ ടാങ്ക് ആയിരിക്കും. അവർ തന്നെ പറയും, ഡോക്ടർ ഇപ്പോഴും കുട്ടി നല്ല തളർച്ചയാണ്, പക്ഷേ വൈകിട്ടാകുമ്പോൾ ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട്. എന്നാൽ അത്ര വലിയ ടെമ്പറേച്ചർ, അപ്പം ഈ ഒരു സിംറ്റംസ് എല്ലാം ആന്റിൻ ടാർട്ടിലോട്ട് ലീഡ് ചെയ്യാറുണ്ട്. അവിടെ അങ്ങനെ ആണെങ്കിൽ ഈ ന്യൂമോണിയ ഹിസ്റ്ററിയും കൂടെ ഉള്ളവരാണെങ്കിൽ ഒരു ആന്റിൻ ടാർട്ട് 30 കൊടുത്തു കഴിഞ്ഞാൽ വളരെ വേഗം അത് റിക്കവറായി പിന്നീട് ആ കുട്ടിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട സാഹചര്യത്തോട്ട് വരികയില്ല. അപ്പൊ ഇത് ഈ അടുത്ത് ഈ ഫാമിലിയിൽ ഈ പറഞ്ഞ കുട്ടിയുടെ ഫാമിലിയിൽ തന്നെ 3 കേസുകൾ ഇതേ സെയിം സിംറ്റംസ് ആയിട്ട് വന്നു. 3 ആസ്മാറ്റിക് കേസുകളായിരുന്നു. പക്ഷെ അവർ ആസ്മയാണെന്ന് അറിയാതെ ഇതെല്ലാം ന്യൂമോണിയ ന്യൂമോണിയ എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരൊരിക്കലും ആസ്മയാണെന്ന് അങ്ങോട്ട് പറയുന്നില്ല. അപ്പൊ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയത് ഫീവർ സപ്രസ് ചെയ്യുമ്പോഴൊക്കെയാണ് ആസ്മയായിട്ട് മാറുന്നത്. ഇതാണ് കുട്ടികളുടെ കേസിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈ കുട്ടികളുടെ എല്ലാം പനി വരുമ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ കണ്ണ് ചുവക്കുകയും കണ്ണിൽ നിന്ന് വെള്ളം വരികയും അതുപോലെ തന്നെ മൂക്ക് കടി, തൊണ്ടകടി, ചെവി കടി, ഇതെല്ലാം ഇതിന്റെ ഒരു പ്രാഥമിക ഇൻഡിക്കേറ്ററാണ്. അത് മിക്കവാറും പല കുട്ടികൾക്കെല്ലാം തന്നെ ഈ പനി വരുമ്പോൾ ആദ്യം കോൾഡായിട്ട് തുടങ്ങണമെന്ന് നിർബന്ധമില്ല. ശ്വാസം മുട്ടൽ വരുന്ന കൂട്ടത്തിൽ അതിന് ശേഷമായിട്ട് കോൾഡ് വരുന്നവരുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഞാൻ ട്രീറ്റ് ചെയ്യുന്നത്. ഞാൻ പിന്നെ അവരോട് പറയുന്നത് ആര്യൻ സാറ് പറഞ്ഞ പോലെ തന്നെ കുറച്ച് വ്യത്യസ്തമാണ്. ബേക്കറി സാധനങ്ങളിൽ നിങ്ങൾ പൊരിച്ചതും എണ്ണയിലിട്ട് പൊരിച്ച സാധനങ്ങൾ കൊടുക്കാതിരിക്കുക. മറ്റുള്ള സാധനങ്ങൾ അത്യാവശ്യം ഇപ്പൊ കുട്ടികളെ സംബന്ധിച്ച് ഒരു 2 ബിസ്ക്കറ്റ് തിന്നണം അല്ലെങ്കിൽ ഒരു മിഠായി കഴിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിഠായി ഒക്കെ കൊടുക്കാം. ബിസ്ക്കറ്റ് ഓവറാകാതെ, ക്രീം ബിസ്ക്കറ്റ് പരമാവധി ഒഴിവാക്കുക. അത്യാവശ്യം ബിസ്ക്കറ്റ് കുറച്ചൊക്കെ കൊടുക്കാം. പിന്നെ കുട്ടികൾക്ക് പാല് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ രാവിലെ കൊടുക്കാം, വൈകിട്ട് കൊടുക്കാതിരിക്കുക. അല്ലെ പാല് ആസ്മ ഉണ്ടാകുന്ന കുട്ടികൾക്ക് പാല് കൊടുക്കാൻ പാടില്ല എന്നുള്ള ഒരു കടും നിബന്ധന ഉണ്ടാക്കാറില്ല. ഇനി അഥവാ പാല് കഴിച്ചാൽ കൂടുതൽ മുട്ടൽ വരുന്നെന്ന് പറയുകയാണെങ്കിൽ അവർക്ക് നമ്മൾ നേട്രം കാർബ് കൊടുക്കും, എന്നിട്ട് പാല് കൊടുക്കാൻ പറയും. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ ഒരു പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യുന്നത്. ഇത്രയാണ് എനിക്ക് പിന്നെ ഇറച്ചിയാണെങ്കിലും ചിക്കൻ കൊടുക്കാവോ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ചിക്കൻ കൊടുക്കാം. നിങ്ങൾ ചിക്കൻ വീട്ടിൽ ഉണ്ടാക്കുന്ന ചിക്കൻ കറി കൊടുത്തു, പൊരിച്ചു കൊടുക്കാതിരിക്കുക. ബീഫ് കൊടുക്കാവോ എന്ന് ചോദിച്ചാൽ മിക്കവാറും ബീഫ് നല്ല പോലെ വേവിച്ച ബീഫാണെങ്കിൽ കുട്ടിക്ക് ഒരു പ്രാവശ്യം കൊടുത്തു നോക്കുക. അത് കഴിഞ്ഞ് കുട്ടിക്ക് ശ്വാസം മുട്ടൽ ഉണ്ടാകുന്നെങ്കിൽ അത് ഒഴിവാക്കാം. അവിടെയും നമുക്ക് പൾസാറ്റിലാണ് വരുന്നത്. ഫാറ്റി ഇത് വെച്ചുകൊണ്ട്
നമ്മൾ പൾസാറ്റിൽ കൊടുത്തു നോക്കും. എന്നിട്ട് മാറുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബീഫ് കൊടുത്തോളാൻ പറയും. അങ്ങനെ ഓവറായി ഒരു ദിവസം ഒരു നേരം കൊടുക്കാം, കഴിയുന്നതും രാത്രി കൊടുക്കാതിരിക്കുക. ഇങ്ങനെയൊക്കെയുള്ള ചില നിർദ്ദേശങ്ങളാണ് ഞാൻ കൊടുക്കാറുള്ളത്. ഡോക്ടറെ, ഞാൻ ഒരു കാര്യം കൂടെ ഒന്ന് ഈ ജൂനിയേഴ്സ് ഒക്കെ ഉള്ളതല്ലേ, അപ്പൊ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവർക്ക് പ്രയോജനപ്പെടുന്നെങ്കിൽ പ്രയോജനപ്പെട്ടെ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ ഇതുപോലുള്ള ബ്രോങ്കിയൽ ആസ്മയോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചികിത്സിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ആസ്മാറ്റിക് ഇങ്ങനെ വിമ്മിഷ്ടം ഉണ്ടാകുന്ന സമയത്ത് ടെമ്പറേച്ചർ വരുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അത് ടെമ്പറേച്ചറോട് കൂടിയാണ് ഇത് വരുന്നതെങ്കിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് മിക്കവാറും അങ്ങനെയുള്ള കുട്ടികൾക്ക് ഈ പ്രൈമറി കോംപ്ലക്സ് ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കും. അതായത് അത് ട്യൂബർക്കുലർ ടെൻഡൻസി തന്നെയാണ്, പക്ഷെ അത് പ്രൈമറി കോംപ്ലക്സ് ആണോ എന്ന് നമ്മൾ മാൻഡോ ടെസ്റ്റോ ഇല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റോ ESR എങ്ങനെ ഏത് ലെവലിൽ നിൽക്കുന്നു എല്ലാം നമ്മൾ മനസ്സിലാക്കി വേണം അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മൾ ബ്ലെയിം ചെയ്യപ്പെടും. പക്ഷെ അങ്ങനെയുള്ള കേസുകളിൽ അത് കൺട്രോൾ ചെയ്യാം. അതെങ്ങനെയാന്ന് വെച്ചാൽ അതിന് ഏറ്റവും ബെസ്റ്റ് ആഴ്സനിക് അയോഡാണ്. ആഴ്സനിക് അയോഡ് 3x നേരത്തെ അഡ്വാൻസ് ആയിട്ട് കൊടുക്കുക. ഈ ട്യൂബർക്കുലിനം ടെന്നം നമുക്ക് കൊടുക്കാം. അത് കെന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ട്യൂബർക്കുലിനം ടെന്നം നമുക്ക് കൊടുക്കാം. പക്ഷേ ഈ ആഴ്സനിക് അയോഡ് ഏറ്റവും ബെസ്റ്റ് റെമഡിയാണ്. അതും നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ കൊടുക്കണം, മറ്റേ മെഡിസിന്റെ കൂട്ടത്തിൽ. അതും കൂടെ കൺട്രോൾ ചെയ്തെങ്കിൽ മാത്രമേ ഈ നമുക്ക് ക്യൂർ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് മനസ്സിലെത്തിക്കുക, ആഴ്സനിക് അയോഡ് ഇതിന്റെ സ്യൂഡോസോറിക് റെമഡിയാണ് ഈ ആഴ്സനിക് അയോഡ്. അതും കൂടെ മനസ്സിൽ വെച്ചോളുക. ഡോക്ടർമാർക്ക് ചികിത്സിക്കുക. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് ചികിത്സിക്കാവുന്ന ഒരു ഫീൽഡാണിത്. എന്തായാലും അതെ, ആഴ്സനിക്കായിട്ട് കൊച്ചു കുട്ടികൾക്ക് നമുക്ക് തെരട്ടി കൊടുത്താലും ഗുണം കിട്ടുന്നുണ്ട് സാറേ. അല്ല, ആദ്യം ലോ പൊട്ടൻസി 3x കൊടുക്കുക, പിന്നെ 30ലേക്ക് പോവുക. പൊടിക്കുഞ്ഞുങ്ങൾക്ക് നമുക്ക് 3x കൊടുക്കാൻ പറ്റില്ലല്ലോ. അത് പറ്റത്തില്ല, പൊടിക്കുഞ്ഞുങ്ങൾ കൊടുക്കത്തില്ല. അതിന് ഞാൻ ന്യൂമോണിയ ഉണ്ടാവാതിരിക്കാൻ ഒരു മെഡിസിൻ കൂടെ പറയാം, ആഴ്സനിക്കം സ്റ്റിബേറ്റം. ന്യൂമോണിയ പ്രിവെന്റ് ചെയ്യും ആഴ്സനിക് സ്റ്റിബേറ്റം ഒക്കെ എന്റെ അനുഭവത്തിൽ നിന്നുള്ള. ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ആരിസ് വിൽസൺ ഡോക്ടറും ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷീല ഡോക്ടർ ചോദിക്കാനുള്ളത് ചോദിക്കുകയും സാറിനൊരു നന്ദി പറയുകയും ചെയ്യണേ. ഡോക്ടർ നമസ്കാരം. ആലിസ് വിൽസൺ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടേ. നന്ദി ഉണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നന്ദി പറയുക. ഡോക്ടറെ നമസ്കാരം. എന്റെ സംശയം എന്ന് പറഞ്ഞാലേ, നമ്മൾ പഠിച്ചിരുന്ന സമയത്ത് എപ്പോഴും ഒരു ന്യൂ ബോൺ ബേബി വരുവാണെങ്കിൽ ആദ്യം ഫസ്റ്റ് ഒരു ഡോസ് സൾഫർ കൊടുക്കണമെന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയാണോ? അത് അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? ഫസ്റ്റ് ന്യൂ ബോൺ ബേബിക്കാണ് ഞാൻ ചോദിക്കുന്നത്. സൾഫർ ഒരു ഭയങ്കര കോൺട്രവേഴ്സ്യൽ മരുന്നാണല്ലോ. സൾഫർ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ രോഗത്തിനും നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന മരുന്നാണ്. അതേപോലെ തന്നെയാണ് ഞാൻ നേരത്തെ ഒരു സിറ്റുവേഷൻ പറഞ്ഞിട്ടുള്ളതാണ്. കാരണം ഒരു ജോണ്ടിസ് കേസ് ഹോമിയോ കോളേജിൽ ട്രീറ്റ് ചെയ്ത് മാറി. ബ്രേവണിയ ആണോ ചെലിഡോണിയം കൊടുത്താണ് പൂർണ്ണമായിട്ട് മാറിയ ഒരു കേസാണ്. ഒരു 1.5 മാസം കിടന്നിട്ടാണ് ബിലിറൂബിൻ 1.5 എത്തിയത്. അങ്ങനെ ആ കേസ് ഡിസ്ചാർജ് ചെയ്ത ദിവസം അന്നത്തെ ഓർഗനോൺ പ്രൊഫസർ, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആണ്, പുള്ളി ഒരു ഡോസ് സൾഫർ കൊടുക്കുന്നു ഡിസ്ചാർജ് ചെയ്ത ദിവസം. അതായത് ആ കേസ് ക്യൂറായി വീട്ടിൽ പോവുകയാണ്. അപ്പോഴത്തേക്കാണ് ഒരു ഡോസ് സൾഫർ 200 കൊടുത്ത് ഡിസ്ചാർജ് ചെയ്തു. അപ്പം അന്നൊക്കെ നമ്മൾ സ്റ്റുഡൻസ് ആണല്ലോ. അപ്പം ഈ കെൻ്റെയൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്, കൂടുതൽ വായിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ ഇങ്ങനെ ഒരു പ്രിസ്ക്രിപ്ഷൻ കണ്ടപ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ വരുന്നത് എന്തിനാണ് ഈ സൾഫർ കൊടുത്തത്. അപ്പം അവിടെ മെറ്റീരിയൽ ക്ലബ് ഉണ്ട്, ഓർഗനോൺ ക്ലബ് ഉണ്ട്. ആ ഒരു ഫ്രൈഡേ ഈവനിങ് ഓർഗനോൺ ക്ലബിൽ ഈ കേസ് അവിടെ പ്രസന്റ് ചെയ്യാണ്. അവിടുത്തെ ഫൈനൽ ഇയർ ഹൗസ് സർജനോ മറ്റോ ആണ് പ്രസന്റ് ചെയ്ത സമയത്ത് ഈ കേസ് പറഞ്ഞു ചെലിഡോണിയം ഇൻഡിക്കേഷൻ ഉണ്ടായിരുന്നു. അതനുസരിച്ചാണ് ചെലിഡോണിയം കൊടുത്തത്. അത് ബിലിറൂബിൻ 4 or 5 നിന്ന് അത് കുറഞ്ഞു ഈ 1.5 വന്ന് നിൽക്കുന്നിടം വരെ പ്രസന്റ് ചെയ്തിട്ട് ഡിസ്ചാർജ് ദിവസം ഇത് കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഈ കേസ് ശരിക്കും ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു.
അപ്പൊ ഞാൻ കെന്റ് എടുത്തു വെച്ച് വായിച്ചിട്ട് ഈ കെന്റുമായിട്ടാണ് ഈ ഓർഗനം ക്ലാസ്സിൽ ചെല്ലുന്നത്. എന്നിട്ട് കെന്റ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ലെസ് എ ഫിസിഷ്യൻ നോസ് ഓഫ് മെറ്റീരിയൽ മെഡിക്ക മോർ ഓഫൺ ഹി പ്രിസ്ക്രൈബ് സൾഫർ. ഇത് കെന്റിന്റെ വാക്കാണ്, ഞാൻ എന്റെ വാക്കല്ല. ലെസ് എ ഫിസിഷ്യൻ നോസ് ഓഫ് മെറ്റീരിയൽ മെഡിക്ക മോർ ഓഫൺ ഹി പ്രിസ്ക്രൈബ് സൾഫർ. ഇത് ഞാൻ അവിടെ പറയാം. ഈ അവിടെ കസേരയിൽ ഇരുന്ന നമ്മുടെ പ്രൊഫസർ ചാടി എഴുന്നേറ്റു. കെന്റ് ആരടാ, ഇത് എന്റെ പ്രിസ്ക്രിപ്ഷനാണ്, ഞാൻ പറയുന്നതാണ് ഇവിടെ. മനസ്സിലായില്ലേ? ഇത് നടന്ന സംഭവമാണ്. അതോടുകൂടി ആ ക്ലബ്ബ് വൈൻഡപ്പ് ചെയ്തു എന്നുള്ളതാണ്. ഇനി മേലി ഇങ്ങനൊരു ഡിസ്കഷൻ ഇല്ല. മനസ്സിലായില്ലേ? എന്നെ ചോദ്യം ചെയ്യാൻ ഇവിടെ ആര് എന്ന് പറഞ്ഞ ആ ഓർഗനോൺ ക്ലബ്ബ് അവിടെ നിർത്തി. അപ്പൊ ഇതാണ് സിറ്റുവേഷൻ. ഡോക്ടർ, അതെ, അതാ ഞാൻ അതിന്റെ ഒരു അഭിപ്രായം പറഞ്ഞോട്ടെ. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആന്റിസോറിക് എന്ന് പറയുന്നത് എല്ലാ മെഡിസിനിലും ആന്റിസോറിക് ഉണ്ട്. പിന്നെ അതിന്റെ എക്സ്ട്രാ ആയിട്ട് സൾഫറിന്റെ ആവശ്യമില്ല. അത് മനസ്സിലാക്കണം. നമ്മുടെ ഇടയിൽ ഈ സൾഫറിന്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു പക്ഷെ ഒരു കേസ് കീനോട്ടിനകത്ത് പറയുന്നത് എന്താണ്, ഒരു കേസ് സ്റ്റാർട്ട് ചെയ്യാനും ഒരു കേസ് വൈൻഡപ്പ് ചെയ്യാനും നമുക്ക് ഈ മരുന്ന് ഉപയോഗിക്കാം എന്നൊരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ വായിക്കുന്നുണ്ട്. അതിന്റെ വെളിച്ചത്തിലായിരിക്കാം ഒരുപക്ഷെ അങ്ങനെ കൊടുത്തതെന്നാണ് എനിക്ക് തോന്നിക്കുന്നത്. അതുകൊണ്ട് മറ്റെന്തെങ്കിലും അഭിപ്രായം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഡോക്ടർ ഷീലയുടെ ക്വസ്റ്റ്യന് ഉത്തരം എനിക്കിതാണ് എൻ്റെ മനസ്സിൽ വന്നത്. അല്ല ഡോക്ടറെ, എനിക്ക് നമ്മളുടെ അവിടെയും അന്ന് ഒ പിയിൽ ഇങ്ങനെ ഒരു കേസ് ഇതുപോലെ ജോണ്ടിസ് വന്നിട്ട് ചെൽഡോണിയം കൊടുത്തിട്ട് ബിൽറൂബിൻ ലെവല് നോർമലിലോട്ട് വരാത്തപ്പം ഇന്റർകറന്റ് ആയിട്ട് സൾഫർ ഒരു ഡോസ് കൊടുത്തപ്പം അത് നോർമലി വന്നിട്ടുണ്ട്. അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു ഒരു കേസ് ഞാൻ ഓർക്കുന്നു. പക്ഷെ നമ്മളന്ന് ഇപ്പൊ എപ്പോഴോ ഒരു ക്ലാസ്സിൽ നിന്ന് കിട്ടിയാണ് ന്യൂ ബോൺസ് ബേബി വരുമ്പം ഫസ്റ്റ് ഒരു ഡോസ് സൾഫർ ആന്റിസോറിക് ആയതുകൊണ്ട് ആയിരിക്കാം അങ്ങനെ പറഞ്ഞത്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഡോസ് സൾഫർ കൊടുത്ത് തുടങ്ങണം എന്നൊരു അറിവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് എത്രത്തോളം എങ്ങനെയാണോ എല്ലാവരും ഒന്നും അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചതാണ്. എന്തെങ്കിലും ഒരു സിംറ്റം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു മരുന്നിലേക്ക് പോകാവൂ എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. വെറുതെ ബ്ലൈൻഡ് ആയിട്ട് പ്രിസ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടി വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി ഇപ്പൊ ബിലിറൂബിൻ നോർമൽ ആയില്ല, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് നോക്കാവുന്നേ ഉള്ളൂ. ഒരു ആന്റിസോറിക് ഒന്നുകൊണ്ട് കുഴപ്പമില്ല. ഇത് പക്ഷേ റെക്കറൻസ് തടയാവുന്ന രീതി ആയിരിക്കാം അങ്ങനെ ഡോക്ടർ കൊടുത്തത്. പക്ഷെ പുള്ളിക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി കാണില്ല. അതുകൊണ്ടായിരിക്കാം. ആലിസ് ഡോക്ടർ എന്തോ ചോദിക്കാൻ തയ്യാറാണ്. ഡോക്ടർ, ആദ്യമായിട്ട് ഞാൻ പറയട്ടെ, ഞാൻ ഇവിടുന്ന് സിഡ്നി ഓസ്ട്രേലിയയിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ക്ലാസ് ആദ്യം മുതൽ കേട്ടില്ല, കുറച്ച് മുമ്പാണ് വന്നത്. അന്നേരം ഡോക്ടർ ഏത് വിഷയമാണെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ എന്നാലും മെഡോറിനത്തിൻ്റെ ലക്ഷണങ്ങളാണ് പറയുന്നതെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ മെഡോറിൻ എന്ന് ഇട്ട്. അതായത് ഡിസയർ ഫോർ ഓറഞ്ച് ഭയങ്കര സ്ട്രോങ് ആണ്, നല്ല കമിഴ്ന്ന് കിടക്കുക, അതും ഭയങ്കര സ്ട്രോങ് ആണ്. പിന്നെ വേറെ ഏതോ സിംറ്റം പറഞ്ഞായിരുന്നു, അതെല്ലാം നോക്കിയിട്ടാണ് ഞാൻ മെഡോറിനും പറഞ്ഞത്. അപ്പം ഡിസീസ് ഏതാണെങ്കിലും സ്ട്രോങ് സിംറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാമല്ലോ, അതോർത്തിട്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഹോമിയോപ്പതിയിൽ വളരെ പുതിയതാണ്. ഒരു വർഷത്തോളമായി ഞാൻ പ്രാക്ടീസ് തുടങ്ങിയിട്ട്. ഓസ്ട്രേലിയയിൽ ഡോക്ടർ വിതുൽക്കാസിൻ്റെ 2 year കോഴ്സാണ് ഞാൻ ചെയ്തത്, ഡിപ്ലോമ കോഴ്സ്, ഓൺലൈൻ കോഴ്സ്. പക്ഷെ ഭയങ്കര സാറിൻ്റെ നല്ല അഭിപ്രായം. ഇത് സ്ട്രോങ് സിംറ്റംസ് ഏതാണെന്ന് പ്രത്യേകം പറയുന്നുണ്ട് മെഡോറിനത്തിൻ്റെ. സീഷോർ അമിലേഷൻ ഭയങ്കരമാണ്, സീബാത്തിങ്. പിന്നെ മെഡോറിനത്തിൻ്റെ വേറൊരു ലക്ഷണം എന്ന് പറഞ്ഞാൽ പുറകിൽ നിന്ന് ആരോ വരുന്നുണ്ടെന്ന പോലെ ഒരു ഫീലിംഗ്. തന്നെ നടക്കുമ്പം ആരോ പുറകിൽ നിന്ന് നടക്കുന്ന പോലെ എപ്പോഴും തിരിഞ്ഞു നോക്കുക. പിന്നെ ഓറഞ്ചിൻ്റെ ഡിസൈർ ഭയങ്കര സ്ട്രോങ് ആണ്. അങ്ങനെ ഈ ലക്ഷണങ്ങളൊക്കെ കേട്ടതുകൊണ്ട്, ഇതെല്ലാം ഒന്നും ഇല്ല എന്നാലും കേട്ടതുകൊണ്ട് ഞാൻ മെഡോറിന എഴുതിയത്. ഓസ്ട്രേലിയയിലെ ഹോമിയോപ്പതിയുടെ സ്റ്റാറ്റസ് എന്താണ്? ഫ്രീ ആയിട്ട് അവിടെ പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം ഉണ്ടോ, അതോ അവിടെ എങ്ങനെയാണ്? അതിന്റെ ഒന്ന് ഇവിടെ ഉണ്ട് ഓസ്ട്രേലിയൻ രജിസ്റ്റർ ഓഫ് ഹോമിയോപ്പത്ത് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ ബോർഡുണ്ട്. അതിനകത്ത് നമുക്ക് രജിസ്ട്രേഷൻ കിട്ടണമെങ്കിൽ ഇതുപോലെ ഈ ഡോക്ടർ വിതുൽക്കാസിൻ്റെ കോഴ്സിന് അംഗീകാരമുണ്ട് ഇവിടെ. പിന്നെ UK ഒരു സ്കൂൾ ഓഫ് ഹോമിയോപ്പതി, അതിൽ നിന്ന് പാസ്സായാലും ഉണ്ട്. പിന്നെ ഇവിടെ ഒരു കോളേജുണ്ട്, അതിലും പാസ്സായാൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ അനുവാദമുണ്ട്. ഞാനിവിടെ നേഴ്സായിട്ടാണ് ഇവിടെ വന്നത്. റിട്ടയർഡ് ആവുന്നതിന് കോവിഡ് ടൈമിൽ റിട്ടയറായി.
അതിന് മുമ്പ് തന്നെ ഞാൻ ഈ ഹോമിയോപ്പതി കോഴ്സിൽ ചേർന്നായിരുന്നു. എനിക്ക് നാട്ടിൽ വെച്ച് ബുക്ക് നോക്കി ട്രീറ്റ് ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പം അങ്ങനെ നമുക്ക് രജിസ്ട്രേഷൻ ഇല്ലാതെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ നോക്കി നോക്കി ഇരുന്നു. 10, 20, 15, 16 വർഷം കഴിഞ്ഞിട്ടാണ് ഞാനിതിന് ഈ കോഴ്സിന് എനിക്ക് അഡ്മിഷൻ കിട്ടിയത്. ഇപ്പം 20 വർഷമാകും പോണേ ഞാൻ വന്നിട്ട് ഇവിടെ. പക്ഷേ IISc. ഹോമിയോപ്പതിയിൽ ഭയങ്കര താല്പര്യമുള്ളത് കൊണ്ട് ഞാൻ ഫോളോ അപ്പ് ചെയ്ത് ഇപ്പം എനിക്ക് രജിസ്ട്രേഷൻ കിട്ടി, ഡിപ്ലോമ ഗുഡ് കിട്ടി, രജിസ്ട്രേഷൻ കിട്ടി. നാട്ടിലെവിടെയാ ഡോക്ടർ? നാട്ടിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് പാലക്കാട്, എൻ്റെ വീട് ഇടുക്കി. ഉം. ഞാൻ ഓക്കെ ഇങ്ങോട്ട് ഡോക്ടർ, പോകുന്നത് കടവന്ത്ര എന്നാ, എളംകുളം. ഇനിയിപ്പം എല്ലാ ദിവസവും ക്ലാസ്സിൽ കയറണം. ഇതുപോലെ അഭിപ്രായങ്ങളും കിട്ടിയിട്ടുള്ള അറിവുകളും കയറാനുള്ള പങ്കുവെക്കണം. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ സമയത്തിൻ്റെ ബുദ്ധിമുട്ടാണ്. ഇവിടെ ഇപ്പോൾ 3 മണിയാകാൻ പോണു. 3:07 രാത്രിയോ? രാത്രി. ഉം. വെളുപ്പിന് അതാണ് ബുദ്ധിമുട്ട്. വെളുപ്പിന് 3 മണി. ആ, ഹോമിയോപ്പതി ആൾക്കാർ എന്തോരം പ്രയാസപ്പെടുന്നു. ഇവരെ ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മളൊന്നും അപ്പൊ ഒന്നും കഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണല്ലേ. അയ്യോ, എനിക്ക് ഭയങ്കര പാഷനായിരുന്നു ചെറുപ്പത്തിലെ. സ്കൂൾ ബുക്ക് നോക്കി പ്രാക്ടീസ് ചെയ്തിട്ട് ഭയങ്കര അനുഭവം ഉണ്ടായിട്ട് നാട്ടിൽ വെച്ചിട്ട്. അപ്പോൾ കുറേ മരുന്നുകളൊക്കെ കൊണ്ടുവന്നു. പക്ഷെ ഇവിടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യേണ്ടെന്ന്, ഇവിടെ ഒരു ഡോക്ടറെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഞങ്ങൾ വന്ന ഇടയ്ക്ക് ഡോക്ടറെ ജയിലിൽ കൊണ്ടുപോകുന്ന മലയാളി ഡോക്ടറായിരുന്നു. ജയിലിൽ ഓ അടച്ചു രണ്ടുപേരെ, ഹസ്ബൻഡിനെ വൈഫിനെ. അപ്പോൾ അത് അറിയാം. കണ്ടപ്പോൾ ഭയങ്കര പേടിയാണ്. ഹസ്ബൻഡ് പറഞ്ഞു ഇവിടെ ഒരു തരത്തിലും ഹോമിയോ കൊടുക്കണ്ടെന്ന് പറഞ്ഞു, വിതൗട്ട് രജിസ്ട്രേഷൻ. അതുകൊണ്ട് ഞാൻ എൻ്റെ അറിവുകളെല്ലാം 15 വർഷം മൂടി വെച്ചു. ആരെ കാണുമ്പോഴും എനിക്ക് ഇങ്ങനെ വോളണ്ടറി ആയിട്ട് കൊടുക്കണം എന്ന ഫീലിംഗ് വരുമായിരുന്നു. ഞാൻ അതൊക്കെ മൂടി വെച്ചു. പക്ഷേ ഞാൻ എപ്പോഴും സെർച്ച് ചെയ്തുകൊണ്ടിരുന്നു എങ്ങനെയാണ് എനിക്കൊന്ന് ഒരു രജിസ്ട്രേഷൻ കിട്ടാൻ പറ്റുക, രജിസ്ട്രേഷൻ കിട്ടാൻ പറ്റുക. അങ്ങനെ 65 വയസ്സിലാണ് എനിക്ക് രജിസ്ട്രേഷൻ കിട്ടിയത്. ഏതായാലും സന്തോഷം. ഇനിയിപ്പം നമ്മളുടെ സമയം അതിക്രമിച്ചു. ഓക്കെ. ഷീല ഡോക്ടറെ നന്ദി പറയണേ. ഉം. ആ, മറിയാമ്മ ഡോക്ടർക്ക് വളരെ നന്ദി, ആദ്യമായിട്ട് എന്നെ വിളിച്ചതിൽ നന്ദി പറയാനായിട്ട്. ഇന്ന് വളരെ വിശേഷപ്പെട്ട ഒരു ദിവസം തന്നെയാണ്. ഡോക്ടർ യഹിയുടെ ബ്രോങ്കിയൽ ആസ്മ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ കോമൺ ആയിട്ട് വരുന്നതും എന്നാൽ ട്രീറ്റ് ചെയ്ത് സുഖമാക്കാൻ വളരെ പ്രയാസപ്പെടുന്നതുമായ ഒരു കണ്ടീഷൻ തന്നെയാണ്. ആ ഒരു കേസിനെ കുറിച്ച്, കേസ് മാത്രമല്ല ആ ബ്രോങ്കിയൽ ആസ്മയെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടും എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഏതൊക്കെ മെഡിസിൻസ് പറ്റും, അതിനകത്ത് നാട്രം സൾഫിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലാകാത്ത രീതിയിൽ പറയുകയും വേറെ എന്തൊക്കെ മെഡിസിൻ കൊടുത്ത് നമുക്കത് എൻഡ് ചെയ്യാൻ പറ്റും, ആ ബ്രോങ്കിയൽ ആസ്മ റെക്കറൻസി കുറയ്ക്കാനും കംപ്ലീറ്റ് ആയിട്ടൊരു ക്യൂർ സ്റ്റേജിലോട്ട് വരാൻ എത്രത്തോളം നമുക്ക് ഡീപ്പായിട്ട് പോയി മെഡിസിൻസ് കൊടുക്കാന്നുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞു. അതോടൊപ്പം തന്നെ ആ ഡിസ്കഷന് വേണ്ടി പങ്കെടുത്ത ഡോക്ടർ ഹരികുമാർ സാറിനും ഡോക്ടർ യഹിക്കും പ്രത്യേകം നന്ദി. കൂടാതെ നമ്മുടെ ഓസ്ട്രേലിയയിൽ നിന്നും ഇന്ന് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നില്ലേ ഡോക്ടർ സലീന, എന്താണ് പേര് പറഞ്ഞതെന്ന് ഞാൻ ഓർക്കുന്നില്ല, സലീനയാണോ? ആലിസ്. ആലിസ്. ഓക്കെ. മാഡത്തിനും ഇനി എല്ലാ ക്ലാസ്സുകളിലും സമയം അറിയാം, വെളുപ്പിന് 3 എന്ന് പറയുമ്പോൾ അത്ര ഈസി അല്ല വരാൻ, എങ്കിലും കഴിയുന്നത്ര ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യാൻ വന്നാൽ വളരെ നന്നായിരിക്കും. അതുപോലെ ധനേഷ് സാറിന്റെ എക്സ്പീരിയൻസും നമുക്ക് ഷെയർ ചെയ്തു. അപ്പൊ എല്ലാം കൊണ്ടും വളരെ നല്ലൊരു ഡിസ്കഷൻ തന്നെയായിരുന്നു ഇന്ന്. കുറേ ഏറെ അറിവുകൾ നമ്മൾക്ക് കിട്ടി. ഇനിയും യഹിയ സാറിന്റെ ക്ലാസ്സുകൾ ഇനിയും നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ അദ്ദേഹത്തിന് സൗകര്യപ്പെടുമ്പോൾ വന്ന് ക്ലാസ് എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇവിടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് കൂടിയിരിക്കുന്ന എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഇനി മറിയാമ്മ ഡോക്ടറിലോട്ട് പോവാം. നന്ദി ഷീല ഡോക്ടറെ. ഡോക്ടറെ മറിയാമ്മ ഡോക്ടറെ, നാളെ ഒരു ഇതുപോലെ തന്നെ ഒരു വെടിക്കെട്ട് ബാറ്റ്സ്മാൻ തന്നെയാണ് നാളെ എത്തുന്നത്. അത് ഡോക്ടർ മനോജ് കുമാറാണ്, കോഴിക്കോട് നിന്നും. വേനൽ രോഗങ്ങളും ഹോമിയോപ്പതിയുടെ സാധ്യതകളും എന്ന വിഷയത്തെക്കുറിച്ചാണ്. നന്ദി ദിനേശ് ഡോക്ടറെ. ഏതായാലും എല്ലാവരും പറഞ്ഞതുപോലെ നമ്മുടെ 2049 പ്രതിദിന സൂം വെബിനാർ വളരെയധികം വിജയകരമായിട്ടാണ് നടന്നത്. അതിനിടയാക്കി യഹിയ ഡോക്ടർക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. വീണ്ടും ഇതുപോലെയുള്ള ശരിക്കും നമുക്ക് വളരെയധികം ഉപകാരപ്രദമായ ക്ലാസ്സുകളാണ് എപ്പോഴും യഹിയ ഡോക്ടർ നമുക്ക് തരുന്നത്. വീണ്ടും ഇതുപോലുള്ള ക്ലാസ്സുകളുമായിട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ 2049 പ്രതിദിന സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു.